നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകരാ സുമനസാമഗ്രേ സരശ്രീപദി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദാ പ്രണിപതർഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാ സുമനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാ സ്വിസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവഥാ സുപ്രസന്നാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാരയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യദോന്വയാചിതരതച്ഛാപ്ത്വേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര ഹൃദിഭിഃ ശുശ്രൂഷുഭിത്തൽക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആയുഹാവാ പുത്രേതി തന്മയതയാ തരവോപിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി.
യസ്വാനുഭാവം അഖില ശ്രുതി സാരമേകമധ്യാത്മദീപമതിഥിതീർഷതാന്തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതത്തുന്നന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതേർമഹദ്ഭിജയിമാ പുരോ വിഭുർ നിർമായ ചേതേദമോഷ പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകസ്വരം വിശിഷ്ട ഭഗവാൻ ഭജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപദേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ജന്മങ്ങള് പലതും എടുത്തിട്ടാണ് 84 ലക്ഷം ജീവയോനികളുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതില് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മം അത് മനുഷ്യജന്മമാണ്. ഈ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് താൻ ആരാണ് എന്നറിയലാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നിൽ താനായിട്ട് വളങ്ങുന്ന ആത്മാവ്. അപ്പൊ ആത്മാവിന്റെ അംശമാണ് നമ്മളൊക്കെ, ഓരോ ജീവന്മാരും. അപ്പൊ ആത്മസ്വരൂപികളാണ് നമ്മളൊക്കെ. അപ്പൊ ആത്മാവിനെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതല്ല, നമ്മളൊക്കെ ആ സ്വരൂപത്തിൽ ഇരിക്കുന്ന കൂട്ടരെ. അതാണ് നമ്മൾ എന്ന് അറിഞ്ഞാൽ മതി എന്നാണ്. ആ അറിഞ്ഞാൽ ആ അനുഭവം വരും. നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ അനുഭവം വരാത്തത്. അതായത് ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് അനുഭവമാണ്. അനുഭവം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. നമ്മളിൽ നിന്ന് അന്യമായിട്ടൊരു വസ്തുവിനെ നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെയോ മറ്റു ഭാവങ്ങളിലൂടെയോ ഒക്കെ മനസ്സിലാക്കാം. പക്ഷെ നമ്മളായിരിക്കുന്ന വസ്തുവിനെ അനുഭവം കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ അറിയലാണ്, അല്ലെങ്കിൽ നമ്മളിൽ നമ്മളായിരിക്കുന്ന ആ ആത്മാവിനെ അറിയലാണ്. അത് അറിഞ്ഞ് അതായിട്ട് തീരലാണ് മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് മനുഷ്യജന്മം, മറ്റൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല. നോക്കൂ, ഇപ്പൊ പൊതുവെ ആളുകളുടെ ഇടയിലൊക്കെ അതായത് ലൗകികന്മാരായിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകളുടെ ഇടയിലൊക്കെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോ ഭൂമിയില് ജനിച്ചു മനുഷ്യനായിട്ട്, അപ്പൊ ഇവിടെ വെച്ചതിന് നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി, അതുപോലെ തന്നെ ഒരു ജോലിയൊക്കെ ഉണ്ടായി, കുറച്ച് കാശൊക്കെ സമ്പാദിച്ച്, നല്ല വീടൊക്കെ വെച്ച്, ആ ഭൗതികമായിട്ടുള്ള എല്ലാവിധ സുഖഭോഗങ്ങളോടും കൂടിയിട്ട് ഇരിക്കുക. അതിനാണ് നമ്മളൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അതിനൊന്നിനും അല്ല നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ലോകത്തിലെ ഭോഗ വിഷയങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളെ അനുഭവിക്കാനാണ് ഈ ജന്മമെങ്കിൽ മനുഷ്യജന്മത്തിന്റെ ആവശ്യമില്ല വിഷയങ്ങൾ അനുഭവിക്കാൻ. ഈ വിഷയസുഖം എന്നുള്ളത് അത് ഏത് നീചയോനിയിൽ ജനിച്ചാലും പറ്റുന്നതാണ്. ആ ഋഷഭദേവൻ തന്റെ മക്കൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ, പ്രജകളെ സാക്ഷി നിർത്തിയിട്ട് ഋഷഭൻ തന്റെ മക്കൾക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്ത് പ്രജകളെയും മക്കളെയും വിളിച്ച് അദ്ദേഹം പറയണത് എന്താണ്? മക്കളെ, ഈ ജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? നരകത്തിൽ പോലും സുലഭമായിട്ട് കിട്ടുന്നതായിട്ടുള്ള ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന 5 വിഷയങ്ങളെ അനുഭവിച്ച് തൊലച്ചു കളയാനുള്ളതല്ല. ഇതാണ് ഭാഗവതത്തിന് നമുക്ക് വീണ്ടും വീണ്ടും തരാനുള്ള സന്ദേശം എന്നാണ്. അപ്പൊ ഈ ലോകത്തിലെ വിഷയങ്ങളെ അനുഭവിച്ച് തൊലച്ചു കളയാനുള്ളതല്ല മനുഷ്യജന്മം. കാരണം ഈ വിഷയങ്ങളെ അനുഭവിച്ചാൽ ആ ജീവൻ തൊലയുള്ളൂ, ഇന്നത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാല്. കാരണം പിന്നെ അതൊന്ന് പുറത്തേക്ക് വരില്ല. ഈ വിഷയവിഷത്തിൽപ്പെട്ട് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഈ സംസാര ചക്രത്തിൽ വന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, ഭ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിനാണോ നമുക്ക് മനുഷ്യജന്മം? അല്ല. ഈ ലോക വിഷയങ്ങൾ അനുഭവിക്കാൻ
ഏത് നരകത്തിൽ ചെന്ന് കഴിഞ്ഞാലും കിട്ടുന്നതാണ് ഈ വിഷയ സുഖം എന്നുള്ളത്. അപ്പൊ അതിനെ അനുഭവിക്കാനല്ല നോക്കൂ. അതായത് ഒരു പന്നിയായിട്ടോ ഒരു ശ്വാവായിട്ടോ അങ്ങനെ ഏത് തരത്തിലുള്ള ജന്മം കിട്ടിക്കഴിഞ്ഞാലും അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ ആസ്വാദ്യമായിട്ടുള്ള രീതിയിൽ വിഷയങ്ങളെ അനുഭവിക്കുന്നുണ്ട്. നമുക്കൊന്നും ആ തരത്തിൽ വിഷയങ്ങളെ അനുഭവിക്കാനൊന്നും പറ്റില്ല. അപ്പോ ആ വിഷയങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അത് ഏത് യോനിയിൽ ജനിച്ച ആളുകൾക്ക് അല്ല ജീവന്മാർക്കും വിഷയസുഖം എന്നുള്ളത് പറ്റുന്നതാണ്. അപ്പൊ പിന്നെ എന്തിനെ ഭഗവാൻ നമുക്ക് ഈ മനുഷ്യജന്മം തന്നത്? ആ മനുഷ്യജന്മം കൊണ്ട് മാത്രമേ നമ്മുടെ ഉള്ളിൽ നമ്മളായിരിക്കുന്ന ആത്മാവിനെ അറിഞ്ഞ് ആ ഇന്ദ്രിയ മനോബുദ്ധികളെ അന്തർമുഖമാക്കി മറ്റുള്ള ജീവന്മാർക്കൊക്കെ നമുക്കും ഇന്ദ്രിയ മനോബുദ്ധികളൊക്കെ പുറത്തന്നെയാ. പക്ഷെ അതിനെ നമ്മുടെ വിവേകം കൊണ്ട് അന്തർമുഖമാക്കി തീർക്കാനുള്ള കഴിവ് മനുഷ്യജന്മത്തിനുണ്ട്. അപ്പൊ ഈ മനുഷ്യജന്മം കൊണ്ട് മാത്രമേ ഇന്ദ്രിയ മനോബുദ്ധികളെ അന്തർമുഖമാക്കി തീർത്ത് നമ്മുടെ ഉള്ളിൽ നമ്മളായിട്ട് വിളങ്ങുന്ന ആ ആത്മാവിനെ അറിഞ്ഞ് അതിനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതിനെ അനുഭവിച്ച പിന്നെ വേറൊന്നും അനുഭവിക്കാനില്ല. കാരണം അതാണ് എല്ലാമായിട്ട് വഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആത്മാനന്ദത്തിന്റെ മുമ്പില് ഈ പറയുന്ന വിഷയാനന്ദങ്ങളൊക്കെ വെറും തുച്ഛങ്ങളാണ് എന്ന് ബോധിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ അതിനെ അനുഭവിക്കാത്തത് കൊണ്ടാണ് ഈ കാണുന്ന വിഷയങ്ങളിലൊക്കെ എന്തോ ഉണ്ട് എന്നും പറഞ്ഞ് അതിന്റെ പിന്നാലെ ഭ്രമിച്ചു കൊണ്ടുപോണത്. ഈ വിഷയങ്ങളിൽ ഒന്നുമില്ല. വിഷയങ്ങളിൽ സുഖത്തിന്റെ രൂപത്തിലുള്ള ദുഃഖം മാത്രമാണ് എല്ലാ വിഷയങ്ങളിലും ഇരിക്കുന്നത്. ഏത് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ആദ്യം നമുക്ക് സുഖാണെന്ന് തോന്നിയ വിഷയങ്ങളൊക്കെ പിന്നീട് നമുക്ക് ദുഃഖമാണ് തരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അനുഭവിക്കുന്നത് വരെ അത് സുഖാണെന്നുള്ള തോന്നലുണ്ടാവുള്ളൂ. അനുഭവം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്വഭാവം ദുഃഖമാണ്. അത് മനസ്സിലാക്കിയിട്ട് പതുക്കെ പതുക്കെ ഈ വിഷയങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റണം. ആ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മളിൽ നമ്മളായിരിക്കുന്ന വസ്തുവിനെ നമുക്ക് അറിയാൻ പറ്റും, അതിനെ അനുഭവിക്കാൻ പറ്റുന്നതാണ്. അതിനാണ് ആ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങള്. ആ ഭക്തിയോടുകൂടെ അതായത് നമ്മളായിരിക്കുന്ന ആ വസ്തുവിനെ അനുഭവിക്കുകയാണ്. അപ്പൊ നമ്മളിൽ നമ്മളായിരിക്കുന്ന വസ്തുവിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മളല്ലാത്തതിനെ ഒന്നും നമുക്ക് അനുഭവിക്കണമെന്ന് തോന്നില്ല എന്നാണ്. അപ്പൊ ആ ഒരു നിലയിലേക്ക് മനുഷ്യനെ ഉയർത്തുകയാണ് ശ്രീമദ് ഭാഗവതം ചെയ്യുന്നത്. അതിന് വേണ്ടത് എന്താണ്? അടിസ്ഥാനമായിട്ട് വേണ്ടത് ഭക്തിയാണ്. ആ ഭക്തി ഉണ്ടാവണമെങ്കിൽ ഭഗവത് കഥകള് നിരന്തരം കേൾക്കണം മഹാത്മാക്കളുടെ മുഖത്ത് നിന്ന്. അങ്ങനെ കേട്ട് ആ മനസ്സിനെ നമുക്ക് ആ ശ്രവണത്തിലൂടെ ശുദ്ധമാക്കാൻ പറ്റുന്നതാണ്. മനസ്സിലെ അശുദ്ധിയാണ് ഈ പ്രപഞ്ച ചിന്ത നമ്മുടെ ഉള്ളില്. ആ മനസ്സിലെ അശുദ്ധി നീങ്ങിക്കഴിഞ്ഞാലോ പിന്നെ നമുക്ക് അതായത് ലോകത്തിലെ വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ല, ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത മാത്രം. അപ്പൊ ആ മനസ്സ് ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സ് സംസാര ചക്രമാണ്. മനസ്സ് അതിന്റെ അടിസ്ഥാനമാണല്ലോ മനസ്സ് സംസാര ചക്രത്തിന്റെ. അത് 6 ഭാവത്തിലാണ്. നേരത്തെ പറഞ്ഞതാണെന്നാ തോന്നുന്നത്, എങ്കിലും ഒന്നും കൂടെ പറയുകയാണ്. അത് ഒരു 6 ഭാവത്തിലാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ചക്രം. മനോമയമായിട്ടുള്ള ചക്രം എന്നാണ്. ചിന്ത, വാക്ക്, പ്രവൃത്തി, അനുഭവം. അതായത് ചിന്ത, വാക്ക്, അതുപോലെ തന്നെ പ്രവൃത്തി, അനുഭവം, അറിവ്, ഓർമ്മ. ഇങ്ങനെ 6 തരത്തിലാണ്. അപ്പൊ നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്ത ഈശ്വരനെ കൊണ്ട് നിറയണം. ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുന്ന വാക്കുകളൊക്കെ ഈശ്വരന്റെ വാക്കായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ പ്രവൃത്തി ഈശ്വരപരമായിട്ട് തീരും. പ്രവൃത്തി ഈശ്വരപരമായിട്ട് തീർന്നാൽ അവന്റെ ആ അനുഭവം അത് ഈശ്വരന്റെ ആ ഭാവമായിട്ട് മാറും. പിന്നെ ആ അറിവ്, ആ അറിഞ്ഞ അനുഭവത്തെ അറിയുക. ആ അറിവ് ഈശ്വരന്റെ അറിവ്. ആ അറിഞ്ഞതിനെയാണ് നമുക്ക് പിന്നീട് ഓർക്കാൻ പറ്റുള്ളൂ. ആ ഓർമ്മ ഈശ്വരന്റെ. അപ്പൊ ഓർമ്മ, ചിന്ത, വാക്ക്, പ്രവൃത്തി, അനുഭവം, അറിവ്. ഇങ്ങനെ ഈ 6 തരത്തില് നമ്മുടെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സില് ഈശ്വരന്റെ ഭാവത്തെ കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ ആയാലോ നമുക്ക് പതുക്കെ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ട് നമ്മുടെ ലക്ഷ്യമാകുന്ന ഈശ്വരനെ, നമ്മളായിരിക്കുന്ന വസ്തുവിനെ അനുഭവിച്ച് കൃതാർത്ഥരായിട്ടിരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ദുഃഖത്തിന്റെ സ്പർശം പോലും അനുഭവിക്കേണ്ടി വരില്ല. പിന്നെ നമ്മളൊക്കെ പരമാനന്ദ സ്വരൂപികളാണ്. അതായിട്ട് തീർന്നു നമ്മൾ എന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ദശമസ്കന്ധത്തില് 90 അധ്യായങ്ങളിലൂടെ ഭഗവാന്റെ കഥകള് വർണ്ണിക്കുന്നത്. അതില് നമ്മള്
കഴിഞ്ഞ ദിവസം 57-ാമത്തെ അധ്യായം 56-ഉം 57-ഉം സമന്തക ഉപാഖ്യാനം എന്ന ഉപാഖ്യാനത്തെയാണ് അനുസ്മരിച്ചത് എന്നാണ്. അപ്പൊ അതിലെ ആ സമന്തകത്തിന്റെ തത്വം എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ സമന്തകം എന്നുള്ളത് നമ്മുടെ മനുഷ്യ ശരീരം തന്നെയാണ്. അതുകൊണ്ട് അത് നേരെ വെച്ച് പൂജിച്ച 8 ഭാരം സ്വർണ്ണമാണ് കിട്ടുക. പക്ഷെ അതിന് ആ നിലയിൽ എത്തണമെങ്കിൽ ജീവൻ ഒരുപാട് അതായത് തപിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് സൂര്യനെ ഉപാസിച്ച് അപ്പൊ സൂര്യനെ ഉപാസിക്കണമെങ്കിൽ എത്രത്തോളം ആ ശക്തി നമുക്ക് വേണം. അപ്പൊ ആ അവസാനമാണ് പിന്നെ ആ അനുഭവം ആ സമന്തകം കിട്ടുന്നത് എന്നാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പൊ അതിനെ ആ മനുഷ്യജന്മമാകുന്ന ഈ സമന്തകരത്നത്തെ വേണ്ടതുപോലെ ധർമ്മനിഷ്ഠയോട് കൂടിയിട്ട് നമ്മൾ അതിനെ വിനിയോഗിക്കുക. ലോകത്തിന്റെ അടിസ്ഥാനം തന്നെ ധർമ്മമാണ്. ഒരിക്കലും മനുഷ്യൻ ധർമ്മത്തിൽ നിന്ന് തെറ്റാൻ പാടില്ല എന്നാണ്. അപ്പൊ ധർമ്മനിഷ്ഠയോട് മനുഷ്യന് മാത്രമാണ് ഈ ധർമ്മം അർത്ഥം ഭാവമൊക്കെ ഉള്ളത്. ബാക്കിയുള്ള ജീവന്മാർക്കൊന്നും അത് വേണ്ടല്ലോ. അപ്പൊ ധർമ്മനിഷ്ഠയോട് കൂടിയിട്ട് നമ്മൾ ഈ കിട്ടിയ മനുഷ്യജന്മം കൊണ്ട് ജീവിതം നയിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് അഷ്ടൈശ്വര്യ സിദ്ധികളെ പ്രാപിക്കാം. അതാണ് 8 ഭാരം സ്വർണം എന്ന് പറഞ്ഞത്. അത് ഇന്നലെ പറഞ്ഞതാണ്. അല്ല നമ്മൾ ഈ മനസ്സിനെ അടിമപ്പെട്ട് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ നമ്മൾ അതിനെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ വിഷയസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ച് എന്ത് പറ്റും? അധപ്പതിക്കും. അത് കാണിച്ചു തരികയാണ് എന്നാണ്. അങ്ങനെ അതിലൂടെ ആ സമന്തകോപാഖ്യാനത്തിലൂടെയാണ് ഭഗവാൻ ആ ജാമ്പവതിയെയും സത്യഭാമയെയും വിവാഹം കഴിക്കുന്നത്. അപ്പൊ ഇപ്പോ ഭഗവാന് 3 ഭാര്യമാരായി. രുക്മിണി ദേവി രാക്ഷസവിധി അനുസരിച്ചിട്ട്, പിന്നെ സമന്തകരത്നത്തിന്റെ പേരില് ജാമ്പവതിയെയും സത്യഭാമയെയും, ഇങ്ങനെ 3 പേര് എന്നാണ്. ഇത് കൂടാണ്ട് ഇനി ഭഗവാന്റെ ഒരു 5 വിവാഹം കൂടെ വർണ്ണിക്കുകയാണ് 58-ാമത്തെ അധ്യായത്തില്. കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ ഇവരുടെയൊക്കെ വിവാഹങ്ങളെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ 5 പേരും ആ 3-ഉം ചേർന്നിട്ടാണ് 8 പേര് എന്ന്. ഇനി അതെന്താണ് നമുക്ക് ഈ അധ്യായം അവസാനിച്ചിട്ട് പറയാമെന്നാണ്. അതായത് ശുഗമഹർഷി പറയണ ഏകഥാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമ ഇന്ദ്രപ്രസ്ഥംഗത ശ്രീമാൻ യുധാനാദിഭിർവൃത. ഇപ്പോ പാണ്ഡവന്മാരെ അരക്കില്ലത്തിൽ വെച്ച് ദഹിച്ചുപോയി എന്ന കിംവദന്തി കേട്ട് ഭഗവാൻ അന്വേഷിക്കാനായിട്ട് ഹസ്തിനാപുരം കൊട്ടാരത്തിലേക്ക് പോയി എന്നുള്ള കഥ നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചതാണ്. അതായത് പാണ്ഡവന്മാര് അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിവരം പിന്നെ ഭഗവാൻ അറിയുകയാണ്. അപ്പൊ മരിച്ചു എന്ന് കരുതിയിരിക്കുന്ന പാണ്ഡവന്മാരുടെ വീണ്ടും അവർക്ക്, അതായത് അവരതിന് രക്ഷപ്പെട്ടു, അവരുടെ ആ പുനർജന്മം പുനർലബ്ധിയെ കുറിച്ച് അറിഞ്ഞിട്ട് ഭഗവാന് വളരെ സന്തോഷമായി. ഭഗവാന് പണ്ടും സന്തോഷം തന്നെയാണ്. കാരണം പാണ്ഡവന്മാർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സർവജ്ഞനായിട്ടുള്ള ഭഗവാന് നന്നായിട്ട് അറിയാം. പക്ഷെ മനുഷ്യരീത്യ ഭഗവാൻ ദുഃഖം അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ ഇതറിഞ്ഞപ്പോ പാണ്ഡവന്മാര് അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു അരക്കില്ലത്തിൽ നിന്ന്, അവർ മരിച്ചിട്ടില്ല. ഇതറിഞ്ഞ് അവരെ കാണാനായിട്ട് പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരികയാണ് എന്നാണ്. അപ്പൊ അവിടെ ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്, അതായത് പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നും അവര് പിന്നെ പാഞ്ചാലദേശത്ത് ചെന്നു എന്നൊക്കെയാണ് കഥ. പാഞ്ചാലദേശത്ത് ചെന്ന് അവിടെ വെച്ച് പാഞ്ചാലിയെ വിവാഹം കഴിച്ചു എന്നാണ്. ഈ വിവരം ധൃതരാഷ്ട്ര അറിയുക. ധൃതരാഷ്ട്ര അറിഞ്ഞ സമയത്ത് ഭീഷ്മര്, ദ്രോണര്, വിതുരര് ഇവരുടെയൊക്കെ ഉപദേശം അനുസരിച്ചിട്ട് അദ്ദേഹം പാണ്ഡവന്മാരെ ആളയച്ചു വരുത്തി എന്നാണ്. അവർക്ക് ഗാണ്ഡവപ്രസ്ഥത്തില് പാതി രാജ്യം താമസിക്കാനായിട്ട് കൊടുത്തു എന്നാണ്. അങ്ങനെ അവിടെ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം ഭഗവാൻ സാത്വികിയോടും മറ്റു ചില യാദവന്മാരോടും കൂടെ ആ പാണ്ഡവന്മാരെ കാണാനായിട്ട് ചെല്ലുകയാണ് എന്നാണ്. ഇപ്പോ ഭഗവാൻ അവരുടെ ഗൃഹത്തിലേക്ക്, പാണ്ഡവന്മാരെ കാണാനായിട്ട് അവരുടെ ഗൃഹത്തിലേക്ക് വന്ന സമയത്ത് ദൃഷ്ടുവാതം ആഗതം വാർത്താ മുകുന്ദമഖിലേശ്വരം മുസ്തുവീര പ്രാണാമുഖ്യമിവാഗതം. അതായത് പ്രാണൻ ശരീരത്തിൽ പ്രവേശിച്ചാൽ എങ്ങനെയാണോ 5 ഇന്ദ്രിയങ്ങളും 5 ഇന്ദ്രിയങ്ങൾക്കും അതതിന്റെ വിഷയങ്ങളെ അനുഭവിക്കാൻ കഴിയുന്നത്, അതൊക്കെ ഒരുമിച്ച് ഉണർന്ന് പ്രവർത്തിക്കുന്നത്, അതുപോലെ ഭഗവാൻ പാണ്ഡവന്മാരെ കാണാനായിട്ട് അവരുടെ ഗൃഹത്തിലേക്ക് വന്നപ്പോ ആ പാണ്ഡവന്മാർക്കൊക്കെ ഒരേ സമയത്ത് 5 പേർക്കും ഒരേ സമയത്ത് പരമാനന്ദം ഉണ്ടായി എന്നാണ്. എന്നിട്ടോ 5 പേരും കൂടെ ചെന്ന് അവര് ഭഗവാനെ, സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ എഴുന്നേറ്റ് പോയി സ്വാഗതം ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ വേണ്ടതുപോലെ പൂജിക്കുകയാണ് എന്നാണ്.
ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് പരിഷദ്യാച്യുതം വീര അംഗസംഗഹതൈന സാനുരാഗസ്മിതം വക്തം വീക്ഷ്യതസ്യമുദം യയോ. ആ പാണ്ഡവന്മാര് ശ്രീകൃഷ്ണനെ കണ്ട ഓടിച്ചെന്ന് ആലിംഗനമൊക്കെ ചെയ്യുകയാണ്. ഭഗവാന്റെ ആ ശരീര സ്പർശം, ആ സച്ചിദാനന്ദ ആ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ, ആ സച്ചിദാനന്ദ കട്ടയായിട്ടുള്ള ഭഗവാൻ പാണ്ഡവന്മാരെ ആലിംഗനം ചെയ്തതോടുകൂടെ അവർക്കും ആ സച്ചിദാനന്ദം അനുഭവിക്കാൻ കഴിയുകയാണ്. അതുവരെ ഭഗവാന്റെ ദേഹസ്പർശം നിമിത്തം അതുവരെ കാണാത്തതിന്റെ ആ ദുഃഖമൊക്കെ അല്ലെങ്കിൽ ആ സന്താപമൊക്കെ തീർന്നു പാണ്ഡവന്മാർക്ക്. ഭഗവാൻ ആ പാണ്ഡവന്മാരെ നോക്കി തൂമന്ദഹാസം പൊഴിക്കുകയാണ് എന്നാണ്. അവരാ ഭഗവാന്റെ മന്ദഹാസ സുന്ദരമായിട്ടുള്ള മുഖം കണ്ട് പരമാനന്ദ നിർവൃതി അടയുകയാണ്. ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ആ ഒരു ചിരി കൊണ്ട് ഭഗവാൻ അകറ്റുകയാണെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ ആ സമയത്ത് ദുഃഖങ്ങളെ കുറിച്ചുള്ള ചിന്തയേ ഇല്ല എന്നാണ്. ഇപ്പോ വേഗം തന്നെ വേണ്ടതുപോലെ അവരൊക്കെ നമസ്കരിക്കുകയാണ്. ആ കൃഷ്ണൻ യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വ പാദാഭിവന്ദനം ഫാൽഗുനം പരിരഭ്യാത യമാഭ്യാൻ ചാഭിവന്ദിത. ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ചെയ്തത്? എന്താണ് ഈ റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങണം എന്നൊക്കെ സാഹിബ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഭഗവാൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. കൃഷ്ണൻ യുധിഷ്ഠിരന്റെയും ഭീമന്റെയും പാദങ്ങളിൽ പോയി നമസ്കരിക്കുകയാണ്, അങ്ങട് നമസ്കരിക്കുകയാണ്, റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് യുധിഷ്ഠിരനെയും ഭീമനെയും കൃഷ്ണൻ നമസ്കരിച്ചത്? ശ്രീകൃഷ്ണ ഭഗവാനേക്കാളും പ്രായം കൊണ്ട് അല്പം മൂത്തവരാണ് യുധിഷ്ഠിരനും ഭീമസേനനും എന്നാണ്. അതുകൊണ്ടാണ് അവരെ അങ്ങോട്ട് ചെന്ന് നമസ്കരിച്ചത് എന്നാണ്. നമുക്ക് ഭഗവാനെ സംബന്ധിച്ച് പ്രായമില്ല, നിത്യനൂതനാണ്. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇപ്പൊ മനുഷ്യനാട്യം അനുസരിച്ചിട്ടാണല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഭഗവാൻ പ്രവർത്തിക്കുകയാണ്. ഭീമന്റെയും യുധിഷ്ഠിരന്റെയും പാദങ്ങൾ നമസ്കരിച്ചു. അർജുനനെ കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുകയാണ് എന്നാണ്. കാരണം അർജുനൻ സമപ്രായക്കാരനാണ് എന്നാണ്. അതുപോലെ തന്നെ നകുല സഹദേവന്മാര് ഭഗവാനെ ഇങ്ങോട്ട് നമസ്കരിക്കുക, കാരണം അവര് ഭഗവാനേക്കാളും പ്രായം കുറഞ്ഞ കൂട്ടരാണ് എന്നാണ്. അത് കഴിഞ്ഞ് പാഞ്ചാലി ഭഗവാനെ കാണുന്നുണ്ട്. പാഞ്ചാലി വളരെ ആ ലജ്ജയോട് കൂടിയിട്ട് വന്ന് ഭഗവാനെ നമസ്കരിക്കുന്നുണ്ട് എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ കാരണം പാഞ്ചാലി എന്തുകൊണ്ടാണ് ലജ്ജയോട് കൂടിയിട്ട് വന്നത്? അവിടെ നവവധുവിന്റെ സ്ഥാനത്തുള്ള ആളാ പാഞ്ചാലി. എപ്പോഴും ഈ നവവധുക്കൾക്ക് കുറച്ച് ലജ്ജയൊക്കെ വേണം എന്ന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ആ രുക്മിണി സ്വയംവരം പറയുമ്പോൾ പറഞ്ഞതാണ് ആ സ്ത്രീകൾക്ക് ഈ ലജ്ജ ഒരു ഭൂഷണം തന്നെയാണ് എന്നാണ്. ഇന്നിപ്പോ അതൊന്നും കാണാനുണ്ടാവില്ല. പൊതുവെ നമ്മൾ പരിഷ്കരിച്ചപ്പോ ആ ലജ്ജ എന്നുള്ള ഭാവം ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാന്റെ കൂടെ സാത്വികിയുണ്ട്. സാത്വികിയെയും ഭഗവാനെ പൂജിക്കുന്നത് പോലെ തന്നെ പൂജിച്ചു. കാരണം ഈ സാത്വികി ഭഗവാനിൽ നിന്ന് ഒട്ടും താഴെയുള്ള ആളൊന്നുമല്ല. എല്ലാം കൊണ്ടും നല്ല ഭക്തനാണ്, നല്ല ശക്തനാണ്, വീരശൂര പരാക്രമിയാണ്. ആ ഭീമസേനനെയൊക്കെ ആ യുദ്ധക്കളത്തില് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ നിന്ന് പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് മാറ്റാനുള്ള കഴിവൊക്കെ ഈ സാത്വികി അങ്ങനെ ചെയ്തത് ഈ സാത്വികിയാ. അപ്പൊ അത്രയും കഴിവുള്ള ആളാണ് സാത്വികി എന്നാണ്. മറ്റുള്ളവരെയും വേണ്ടതുപോലെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് പാണ്ഡവന്മാര് പൂജിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ വന്ന ആളുകളെയൊക്കെ എന്നാണ്. അങ്ങനെ അവരുടെ പൂജയൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഭഗവാൻ അച്ചമ്പങ്ങളായിട്ടുള്ള കുന്തിദേവിയെ കാണാനായിട്ട് അന്തപുരത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ കുന്തി കട്ടിലിരിക്കുന്നുണ്ട്. പ്രധാം സമാഗത്യ കൃതാഭിവാദന തയാദിഹാർദ്ര ദൃശാഭിരംഭിതാം ആവൃഷ്ടവാംസാങ്കുശലം സഹസ്നുഷാം പിതൃസ്വസാരം പരിവൃഷ്ടബാന്ധവാം. അന്തപുരത്തിൽ പ്രവേശിച്ച് കുന്തിദേവി കട്ടിലിരിക്കുക. കുന്തിദേവിയെ ചെന്ന് അങ്ങോട്ട് നമസ്കരിക്കുകയാണ് എന്നാണ് അല്ലേ. അതുപൊഴുതു കുന്തിയെ വന്ദിച്ചു മാധവൻ ആശീർവദനവും ചെയ്തിതു കുന്തിയും. ശ്രീകൃഷ്ണ ഭഗവാൻ കുന്തിദേവിയുടെ കാക്കല വീണ് നമസ്കരിച്ച സമയത്ത് കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാനെ ആശീർവദിച്ചു എന്നാണ്. ആരെ ആശീർവദിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തെ മുഴുവൻ തന്റെ ആ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്ന ആളാണ്. ഈ ലോകത്തിലെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവന്മാരെയില്ലേ സദാശിവാനുഗ്രഹത എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ ആളെയാണ് കുന്തിദേവി അനുഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടത്? നമ്മളെ ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അയാളെ അനുഗ്രഹിക്കണം. അല്ലെങ്കിൽ ഈ നമസ്കാരം ഏറ്റ ആൾക്ക് പാപമുണ്ട് എന്ന് പറയുക. അപ്പൊ ഈ നമസ്കരിച്ചത് ആരാണ്? നമ്മുടെ ബന്ധു ആയിക്കോട്ടെ, ശത്രു ആയിക്കോട്ടെ, മിത്രം ആയിക്കോട്ടെ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മളെ ആര് നമസ്കരിച്ചുവോ നമസ്കരിച്ച ആളെ നന്നായിരിക്കട്ടെ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ, അങ്ങനെയെങ്കിലും പറയണം എന്നാണ്.
ഈ നമസ്കാരത്തിന്റെയൊക്കെ പ്രത്യേകത എന്താ? ഈ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കരിച്ച ആൾക്ക് ലാഭ, നമസ്കാരം ഏറ്റ ആൾക്കാണ് നഷ്ടം. കാരണം നമ്മളെ ഒരാൾ വന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ അനുഗ്രഹിക്കണം. നേരെയാവട്ടെ, നന്നായിരിക്കട്ടെ, അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ഇരിക്കട്ടെ, ഇങ്ങനെ ആ ഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കണം എന്നാണ്. ഈ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വല്ലതും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, എന്താ ഈ സ്റ്റോക്ക്? അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള പുണ്യങ്ങളൊക്കെ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ പുണ്യത്തിന്റെ അംശം ഈ നമസ്കരിച്ച ആൾക്ക് ഈ അനുഗ്രഹത്തിലൂടെ പോകുമെന്നാണ് ശാസ്ത്രം. അപ്പൊ നഷ്ടം ആർക്കാ? നമസ്കരിച്ച ആൾക്ക് ഒരിക്കലും നഷ്ടമില്ല. കാരണം അയാൾക്ക് ഇയാളുടെ കയ്യിലുള്ളത് അയാൾക്ക് കിട്ടുകയും ചെയ്യുക. അപ്പോ നമസ്കാരം ഏറ്റ ആൾക്കാണ് നഷ്ടം. അപ്പൊ എന്ത് വേണം? നമ്മളെയൊക്കെ ആരെങ്കിലുമൊക്കെ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മള് അവരെയൊക്കെ അനുഗ്രഹിക്കാനും പിന്നെ നമുക്ക് ലോപം അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് ശക്തി കുറഞ്ഞു വരാതിരിക്കാനും നമ്മൾ ധാരാളം അനുഷ്ഠാനങ്ങൾ ചെയ്ത് ആ പുണ്യം ആർജിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറും ചാർജ് പോയ ബാറ്ററി പോലെയാകും. ഒരാളെ നമസ്കരിക്കുമ്പോൾ അയാളിൽ നിന്ന് ചാർജ് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നമ്മൾ ആരെ നമസ്കരിച്ചാലും ഒരു കുഴപ്പമില്ല എന്നാ ശാസ്ത്രം. നമ്മൾ വിചാരിക്കാവും ഞാനിപ്പോ ഇയാൾ എന്തിനാ നമസ്കരിക്കുന്നത്, അയാൾക്ക് ഇപ്പൊ അത്ര വലിയ കോപ്പുണ്ടോ എന്നൊക്കെ. നിങ്ങൾ ആരെ വേണമെങ്കിലും നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ലാഭമാണ്. കാരണം ആ നമസ്കാരം കൊണ്ട് അയാളുടെ ഉള്ളിൽ എന്തുണ്ടോ അത് നമുക്ക് കിട്ടും. അയാൾക്കാണ് നഷ്ടം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഇപ്പൊ കുന്തിദേവിയെ ഭഗവാൻ നമസ്കരിച്ചത് ഇപ്പൊ മനുഷ്യനാട്ടി അനുസരിച്ചത് ആയതുകൊണ്ട് അച്ചമ്പങ്ങളാണ്. അപ്പോ ആ അച്ചമ്പങ്ങളെ നമസ്കരിക്കുന്നത് ന്യായമാണ്. അപ്പൊ നമസ്കരിച്ചു, കുന്തിദേവി അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ കുന്തിദേവിക്ക് ഭഗവാനെ കണ്ടതോടുകൂടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീരിങ്ങനെ ഒഴുകാനായിക്കൊണ്ട് തുടങ്ങിയതാണ്. ശരിക്കും പുത്രതുല്യനായിട്ടാണല്ലോ കൃഷ്ണനെ കാണുന്നത്. ആലിംഗനം ചെയ്തു കുന്തിദേവി. തൻ്റെ ആ സഹോദരനായിട്ട് വസുദേവന്റെയും ദേവകിയുടെയും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോ ഭഗവാനും കുന്തിദേവിയോട് ചോദിച്ചു, അമ്മയ്ക്ക് സുഖല്ലേ? അപ്പൊ ഇത് കേട്ടതോടുകൂടെ ആ കുന്തിക്ക് ഉണ്ടായിട്ടുള്ള ആനന്ദം തമാഹ പ്രേമ വൈക്ലഭ്യരുദ്ധകണ്ഠ അശ്രുലോചന സ്മരന്തീതാൻ ബഹുൻക്ലേശൻ ക്ലേശാപായ ആത്മദർശനം. കൃഷ്ണനോടുള്ള ആ പരമപ്രേമം ആ പരമപ്രേമം കൊണ്ട് ആ കണ്ണിലിങ്ങനെ ആനന്ദ കണ്ണീര് നിറഞ്ഞ് കണ്ടൊക്കെ ഇടറി ഒരു വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഇത്രയും കാലം താൻ അനുഭവിച്ച ക്ലേശങ്ങളെ കുറിച്ചൊക്കെ ഓർത്തു. ഇപ്പൊ കൃഷ്ണന്റെ ദർശനം കൊണ്ടോ ആ ക്ലേശങ്ങളൊക്കെ നശിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ജീവന്റെ എല്ലാവിധ ക്ലേശങ്ങളും ഇല്ലാണ്ടാകും. ഇത് എന്തൊക്കെയാണ് ജീവന്റെ ക്ലേശങ്ങൾ എന്നാ ഞാൻ നേരത്തെ പറഞ്ഞതുമാണ് എന്നാണ്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇതാണ് പഞ്ചക്ലേശങ്ങള്. ഇതാണ് ജീവൻ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ക്ലേശങ്ങൾക്കുള്ള നിവൃത്തി എന്താ? ഈശ്വര ദർശനം. അത് പ്രജേതസ്സുകള് ഭഗവാനെ കണ്ട് ഭഗവാന്റെ ദർശനം കിട്ടിയിട്ട് ആ സ്തുതിക്കുന്ന സമയത്ത് പ്രജേതസ്സുകളുടെ കഥയിൽ 4-ാമത്തെ സ്കന്ധത്തിൽ അത് പറയുന്നുണ്ട്. 5-ാമത്തെ സ്കന്ധത്തിലോ മറ്റോ. അതായത് നമോ നമ ക്ലേശവിനാശനായ നിരൂപിതോദാര ഗുണാഹ്വയായ. അപ്പോ ഭഗവാനെ അവിടത്തെ കണ്ടതോടുകൂടി ഞങ്ങളുടെ എല്ലാവിധ ക്ലേശങ്ങളും നശിച്ചു എന്നാണ്. അപ്പൊ ഈശ്വരനെ നമ്മൾ അറിയുന്ന സമയത്ത് ഈശ്വര ദർശനം കൊണ്ട് ജീവന്റെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുള്ളൂ. അപ്പൊ ഭഗവാനെ കാണണം എങ്കിൽ ക്ലേശങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ ആ ഭഗവാനോട് കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്യാണ്. എന്താ കുന്തി പറഞ്ഞത്? തദൈവ കുശലം നോ ഭൂത്സനാദാസ്തേ കൃതാവയം ജ്ഞാതീന്ന സ്മരത കൃഷ്ണ ഭ്രാതാമേ പ്രേഷിതസ്ത്വയ. അതാ പറഞ്ഞു, കൃഷ്ണ ബന്ധുക്കളായിട്ടുള്ള ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് അവിടുന്ന് എൻ്റെ സഹോദരനായിട്ടുള്ള അക്രൂരനെ അങ്ങ് അയച്ചുല്ലോ ഹസ്തിനാപുരത്തിലേക്ക്. ഞങ്ങളുടെ കാര്യമൊക്കെ അന്വേഷിക്കാനായിട്ട് അവിടുത്തെ നിർദ്ദേശം അനുസരിച്ചിട്ട് അക്രൂരൻ ഹസ്തിനാപുരത്തിൽ വന്നതോടുകൂടെ കൗരവന്മാര് ഇപ്പൊ ഞങ്ങളെ പഴയ പോലെയൊന്നും അല്ല കണക്കാക്കുന്നത്, നേരെ ജോബിയൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് അതോടുകൂടി സൗഖ്യം ഉണ്ടായി, സുഖം ഉണ്ടായി എന്നാണ്. കാരണം അതുവരെ ഞങ്ങളൊക്കെ അനാഥരാണ് എന്നാണ് ഞങ്ങളും ധരിച്ചത്, കൗരവന്മാരും ധരിച്ചത്.
ഇപ്പൊ ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരാളുണ്ട്, അയാളാണ് ഇപ്പൊ ആളെ അയച്ചിരിക്കുന്നത് എന്ന് കണ്ടതോട് കൂടിയിട്ട് ഭഗവാൻ ഞങ്ങളെ കുറിച്ച് ഓർത്തതോടു കൂടി തന്നെ ഞങ്ങളൊക്കെ സനാഥരായിട്ട് തീർന്നു. ആരാ ഭഗവാൻ? നദേസ്ത്യ സ്വപരഭ്രാന്തിർ വിശ്വസ്യ സുഹൃതാത്മന തഥാപി സ്മരതാം ശശ്വൽ ക്ലേശാൻ കംസി ഹൃദിസ്ഥിത. അതായത് ഞങ്ങളുടെ വിവരം അന്വേഷിക്കാനായിട്ട് എന്റെ ജ്യേഷ്ഠനായിട്ടുള്ള അക്രൂരനെ ഹസ്തനാപുരം കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചില്ലേ? കൃഷ്ണൻ ഞങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടെ ഞങ്ങൾക്ക് ക്ഷേമമുണ്ടായി അല്ലെ? ഭഗവാന്റെ ഒരു ദർശനം, ഭഗവാന്റെ ഒരു കടാക്ഷം ഉണ്ടെങ്കിൽ ആ ജീവന ക്ഷേമം തന്നെ. അനാഥരായിരുന്ന ഞങ്ങളൊക്കെ നാഥനുള്ളവരായിട്ട് തീർന്നു. ആരാ ഭഗവാൻ? ലോകബന്ധുവാണ് അല്ലെ? ലോകബന്ധുവും ആത്മാവുമാണ് ഭഗവാൻ. എല്ലാവരിലും അന്തര്യാമിയായിട്ട് വിളങ്ങുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആ എല്ലാവരിലും ആത്മാവായിട്ട് വിളങ്ങുന്ന ലോകബന്ധുവായിട്ടുള്ള അങ്ങയ്ക്ക് പ്രത്യേകിച്ചൊരു ബന്ധുവില്ല, ഉണ്ടോ? സ്വന്തം ഒന്നോ അന്യരൊന്നോ എന്നുള്ള ഭേദമൊന്നുമില്ല. ത്വമേവ മാതാജ പിതാ ത്വമേവ ത്വമേവ ബന്ധുച്ച സഖാ ത്വമേവ. അപ്പോ എല്ലാ ലോകത്തിന്റെ മുഴുവൻ ബന്ധുവാണ്. അപ്പോ അങ്ങനെയുള്ള അവിടത്തേക്ക് സ്വന്തമെന്നോ അന്യന്റേത് എന്നുള്ള ഭേദമൊന്നുമില്ല. എങ്കിലും ഭഗവാൻ എല്ലാവരിലും സർവസമനായിട്ട് വർത്തിക്കുന്ന ആളാണെങ്കിലും പിന്നെ എന്താ ഒരു ഗുണം? അതായത് ആ ഭഗവാനെ സ്മരിക്കുന്ന ആളുകളുടെ, ആ ജീവന്മാരുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് ആ ജീവന്മാരുടെ ക്ലേശങ്ങളെയൊക്കെ നശിപ്പിക്കുകയാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ആ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് എന്നാണ് കുന്തി. ഇതാണ്. ഇത് കേട്ടപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു, കിം നാചരിതം ശ്രേയോ ന വേദാഹമതീശ്വര യോഗേശ്വരാണാം ദുദ്ധരിച്ചോ എന്നോ ദൃഷ്ടക്കുമേധസാം. പറഞ്ഞു, ഭഗവാനെ, യോഗേശ്വരന്മാർക്ക് പോലും ദുർലഭനായിട്ടുള്ള അങ്ങയെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് അല്ലെ? അത് പൂർവജന്മത്തിൽ ചെയ്ത സുഹൃതം, അതിന് തക്ക എന്ത് പുണ്യം ഞാൻ ചെയ്തത് എന്ന് എനിക്കറിയില്ല എന്നാണ്. ഇങ്ങനെ പറഞ്ഞ ഭഗവാനെ സൽക്കരിക്കുകയാണ് വേണ്ടതുപോലെ. അങ്ങനെ യുധിഷ്ഠിരന്റെ ഭഗവാൻ എന്ന് വെച്ചാൽ യോഗേശ്വരന്മാർക്ക് പോലും പിടികിട്ടാത്ത ആളാണ്. അങ്ങനെയുള്ള ഭഗവാനെയാണ്. കാരണം യോഗേശ്വരന്മാരായിട്ടുള്ള ആളുകൾ, യോഗികളൊക്കെ യോഗാഭാവത്തിലാണ് ഭഗവാനെ പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പോലും അപ്രാപ്യനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ ഭക്തന്മാർക്ക് പ്രാപ്യനാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ യുധിഷ്ഠിരന്റെ മുമ്പിലും കുന്തിയുടെ മുമ്പിലും ഒക്കെ ദർശനം കൊടുത്ത് അവരെയൊക്കെ അനുഗ്രഹിച്ചത് എന്നാണ്. അപ്പൊ അതിനെന്ത് വേണം? പൂർവജന്മ സുഹൃതം അല്ലെ? ഭഗവാന്റെ ഒരു നാമം ജപിക്കണമെങ്കിൽ, ഭഗവാന്റെ കഥയൊന്ന് കേൾക്കണമെങ്കിൽ, ഭഗവാന്റെ അതായത് കീർത്തനങ്ങളൊന്ന് ആലപിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഭാഗവത സപ്താഹം മനസ്സിരുത്തി കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ ആ പൂർവ്വജന്മത്തിൽ സുഹൃതം ചെയ്ത ജീവന്മാർക്കേ പറ്റുള്ളൂ. അപ്പൊ ഭഗവാനെ ഇപ്പൊ ഈ തരത്തിൽ ഞങ്ങൾക്ക് ദർശിക്കാൻ കഴിഞ്ഞത് പൂർവ്വജന്മ സുഹൃതം തന്നെ, അതിന് സംശയമൊന്നുമില്ല എന്നാണ്. അങ്ങനെ ഇപ്പോ യുധിഷ്ഠിര മഹാരാജാവിന്റെ ആ ആതിഥ്യമൊക്കെ സ്വീകരിച്ചിട്ട് ആ കൊട്ടാരത്തിൽ അവിടെ അങ്ങനെ കഴിയുകയാണ് ഭഗവാൻ. ഒരു ചാതുർമാസ്യക്കാലം എന്നാണ്. 4 മാസം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, ഈ 4 മാസം മഴക്കാലം, ഈ 4 മാസക്കാലം ആ ഭഗവാൻ അവിടെ കഴിച്ചു കൂട്ടി എന്നാണ് പറയുന്നത്. പാണ്ഡവന്മാരോട് കൂടെ അവിടെ താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുന്ന കാലത്താണ് ഒരു ദിവസം ഇപ്പോ അർജുനൻ എന്താ ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം എന്നാണ്. അതായത് ഇപ്പൊ ഈ അർജുനന്റെ തേരിൽ കൊടി ഉണ്ട്. ആ കൊടിയുടെ അടയാളം വാനരനാണ്, ആഞ്ജനേയ സ്വാമികളാണ്. പൊതുവെ ഈ ഒരു സന്ദർഭം ചില വലിയ പ്രഭാഷണക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ അർജുനന്റെ കൊടിയില് ഇരിക്കുന്നത് വാനരനാണ്. അതുകൊണ്ട് അത് മനസ്സിനെ കാണിക്കുകയാണെന്നൊക്കെ പറയുക. വാനരൻ എന്ന് വെച്ച ചപലതയാണ് അല്ലെ? മനസ്സ് ഈ കൊരകനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും, ഒരിടത്ത് ഉറക്കില്ല, ഏകാഗ്രമാകില്ല എപ്പോഴും. പക്ഷെ ഈ അർജുനന്റെ ആ കൊടിയിലുള്ള വാനരനെ ഉദ്ദേശിച്ച് നമ്മള് മനസ്സിനെ ഉപമിക്കുകയാണെങ്കിൽ അത് തെറ്റാ. എന്താ കാരണം? അർജുനന്റെ കൊടിയുടെ മീതെ ഇരിക്കുന്ന ആള് സാധാരണ വാനരനല്ല, സാക്ഷാൽ ആഞ്ജനേയ സ്വാമികളാണ്. അത് നേരത്തെ ആഞ്ജനേയ സ്വാമികൾ പാണ്ഡവന്മാർക്ക് കൊടുത്ത അനുഗ്രഹമാണ്. ഭാരത യുദ്ധകാലത്ത് അർജുനന്റെ കൊടിയുടെ മീതെ കയറി ഇരുന്ന് ഞാൻ ശത്രുക്കളെയൊക്കെ നിങ്ങൾക്ക് നശിപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി തരാം എന്ന് ആഞ്ജനേയ സ്വാമികൾ തന്നെ പറഞ്ഞതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അർജുനന്റെ കൊടിയുടെ മീതെ കയറിയിരുന്നത്. അപ്പൊ ഇവിടെ അതാണ് അർജുനന്റെ മഹാത്മ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാന്ധീവൻ ധനുരാധായ തൂണോ ചാക്ഷയസായകോ സാഗം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനംബനം
ബഹുവ്യാളമൃഗാകീർണം പ്രാപിച്ചൽ പരവീര. ഇപ്പോ അർജുനൻ ശത്രുക്കളെയൊക്കെ ഹനിക്കുന്നതിൽ കേമന. കാരണം ഈ ശത്രുക്കളെയൊക്കെ അർജുനന് ഹനിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട്? ആ ഹനുമാന്റെ ആ പ്രഭാവം കൊണ്ട് എന്നാണ്. അപ്പൊ ഹനുമാന്റെ കൊടിയടയാളമുള്ള രഥത്തിൽ കയറിയിട്ട് ഗാന്ധീവം വന്ന വില്ലും അമ്പൊടുങ്ങാത്ത ആവനാഴിയും എടുത്തിട്ട് കൃഷ്ണനോട് കൂടിയിട്ട് ആ മൃഗത്തിൽ, അതായത് കാട്ടില് മൃഗങ്ങളെ നായാട്ടിനായിട്ട് പുറപ്പെട്ടു എന്നാണ്. ആ കാട്ടിൽ പ്രവേശിച്ച് ആ പല മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നുണ്ട് അവിടെ എന്നാണ്. അതായത് അതൊരു ക്ഷത്രിയന്റെ ധർമ്മമാണ്. ക്ഷത്രിയൻ മനുഷ്യന്മാരെ മാത്രം തന്റെ രാജ്യത്തുള്ള ജനങ്ങളെ മാത്രം പരിപാലിച്ചാൽ പോരാ, പിന്നെയോ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് പോലും രാജാവാണ് ഈ രാജാവായിട്ടിരിക്കുന്ന ആള്. അവരെയും സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അതിനെന്ത് വേണം? ആ നായാട്ടൊക്കെ നടത്താം. ആ നായാട്ടിനൊക്കെ എന്താ നായാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിംസിക്കല്ല വേണ്ടത്, ചെയ്യുന്നത് എന്നാണ്. സാധു മൃഗങ്ങളെയൊക്കെ ദുഷ്ടമൃഗങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുക. അപ്പൊ ദുഷ്ടമൃഗങ്ങള് ഒന്നുകിൽ അർജുനനെ കണ്ടു കഴിഞ്ഞാൽ, രാജാവിനെ കണ്ടു കഴിഞ്ഞാൽ പ്രാണനം കൊണ്ട് ഓടും വനാന്തരങ്ങളിലേക്ക്. അപ്പൊ സാധു മൃഗങ്ങൾക്കൊക്കെ ആ വനപ്രദേശത്ത് കഴിയാൻ സുഖാവും. അല്ല, ഇനിയിപ്പോ ഇങ്ങോട്ട് എതിർത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ കൊല്ലുന്നതാണ്. അത് ക്ഷത്രിയന്മാരുടെ കടമയാണെന്നാണ്. അപ്പൊ ഇവിടെ നായാട്ടിനായിട്ട് കൃഷ്ണനോട് കൂടി വനത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരുപാട് ക്രൂരമൃഗങ്ങളെയൊക്കെ അദ്ദേഹം നശിപ്പിക്കുന്നുണ്ട്, ഹനിക്കുന്നുണ്ട് എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ആ നായാട്ട് നടത്തി കുറച്ച് കഴിഞ്ഞപ്പോ നല്ല ക്ഷീണം തോന്നി, ദാഹമൊക്കെ തോന്നുകയാണ്. നായാട്ടം കഴിഞ്ഞ് വിവശനായിട്ടുള്ള അർജുനൻ ജലം അന്വേഷിച്ചിട്ട് യമുനാ നദിയിലേക്ക് എത്തുകയാണ്. കാളിന്തിയിലെ കൈകളൊക്കെ കഴുകി, അവിടെ ഒരു ആൽത്തറയിൽ കൃഷ്ണനും ഇരിക്കുന്നുണ്ട്. കാളിന്തിയിലെ കൈകളൊക്കെ ശുദ്ധി ചെയ്തിട്ട് ആ വെള്ളം കുറച്ച് കുടിച്ചു എന്നാണ്. അർജുനനും ഉണ്ട് കൂടെ. അർജുനനും കൃഷ്ണനും വെള്ളമൊക്കെ കുടിച്ചു. അപ്പോഴാണ് അർജുനൻ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണുകയാണ്. ഒരു കന്യക ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നല്ല സുന്ദരിയായിട്ടൊരു കന്യകയാണ്, നല്ല തേജസ് ഉണ്ട് എന്നാണ്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അർജുന അതാരാണ് എന്നൊന്ന് അന്വേഷിച്ചു വരൂ എന്നാണ്. ഭഗവാൻ അറിയാത്തതൊന്നുമില്ല, പക്ഷെ അർജുനനിലൂടെ വേണം ഇത് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അർജുനൻ ചെന്ന് ആ കന്യകയോട് ചോദിച്ചു, ആരാണ്, എന്താ ഇപ്പൊ ഇവിടെ നിൽക്കാൻ കാരണം, ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്, എവിടെയാ താമസിക്കുന്നത് എന്നാണ്. കാത്വം കസ്യാസി സുശ്രോണി കുതോസിക്കും ജിഗീഷസി മന്യേ ത്വാം പതിമിച്ഛന്തിം സർവം കഥയെ ശോഭനെ. തന്നെ കാണുന്ന സമയത്ത് ഒരു പതിയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ, ഒരു സംരക്ഷണത്തിന് ഒരാൾ വേണം എന്നുള്ളൊരു ഭാവം തന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. എന്താ എന്റെ ആഗ്രഹം, അതെന്താണ്, അത് എന്നോട് പറഞ്ഞാലെന്നാണ്. ഇത് കേട്ടപ്പോ ആ സുന്ദരിയായിട്ടുള്ള കന്യക പറഞ്ഞു, അവളാണ് കാളിന്തി എന്നാണ്. കാളിന്തി എന്താ പറഞ്ഞ, അഹം ദേവസ്യ സവിതുർദുഹിതാ പതിമിച്ഛതി കൃഷ്ണം വരേണ്യം വരദം തപപരമമാസ്ഥിത. കാളിന്തി പറയുകയാണ്, ഞാൻ സൂര്യദേവന്റെ പുത്രിയായിട്ടുള്ള ആ കാളിന്തിയാണ് എന്നാണ്. ഞാനിപ്പോ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണെങ്കിൽ, അതായത് ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. ആരാ എല്ലാവരുടെയും ഭർത്താവായിട്ടിരിക്കുക? ഗതിർ ഭർത്താ പ്രഭു സാക്ഷി എന്നാണ് അല്ലെ. അപ്പൊ എല്ലാവരുടെയും ഭർത്താവായിട്ടിരിക്കുന്ന ഭഗവാനാണ്. ആ ശ്രേഷ്ഠനായിട്ടുള്ള വിഷ്ണു ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഞാൻ ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അപ്പൊ ഭഗവാനാണ് യഥാർത്ഥ ഭർത്താവ്. അപ്പൊ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണം എങ്കിൽ, ഭഗവാന്റെ സംരക്ഷണം നമുക്ക് കിട്ടണമെങ്കിൽ, ഭർത്താവ് എന്ന് വെച്ചാൽ ഭരിക്കുന്നവെന്നാണ്. നമ്മുടെ ഭരണ ചുമതല ഭഗവാൻ ഏറ്റെടുക്കണം എന്നാണ്. എങ്കിലേ ജീവന്മാരൊക്കെ ധന്യരായിട്ട് തീരുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ പല ക്ലേശങ്ങളും ആ ജീവിതം കൊണ്ട് അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാലോ, അല്ലെ, ഇപ്പോ ഡ്രൈവർക്കാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധ കൂടുതൽ വേണ്ടത്. പിന്നിലിരിക്കുന്ന ആൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ മതി. അപ്പൊ ഭഗവാനെ നമ്മൾ ഭാര്യ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവന്മാർക്ക് ക്ലേശങ്ങളൊന്നുമില്ല. അപ്പൊ ആ ഭഗവാനെ തപസ് ചെയ്യണം. ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരാളെ ഞാൻ പതിയായിട്ട് ആഗ്രഹിക്കുന്നില്ല. നാന്യം പതിമൃണേ വീര തമൃതേ ശ്രീനികേതനം തുഷ്യതാമേ സ ഭഗവാൻ മുകുന്ദോ അനാഥ സംശയ. അതായത് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായിരിക്കുന്ന ആ ഭഗവാനെ അല്ലാതെ മറ്റാരെയും ഞാൻ ഭർത്താവായിട്ട് സ്വീകരിക്കില്ല. എന്തിനാ ഇത് പറഞ്ഞത്? ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ ഇഹത്തിലെ ജീവിതവും ധന്യമായിട്ട് തീരും, പരത്തില് ഗതിയും ഉണ്ടാകുന്നതാണ്. അതാണ് ഭഗവാൻ മുകുന്ദൻ എന്നാണ് അവിടെ അടുത്ത പ്രയോഗം എന്നാണ്. ഭഗവാനെ കിട്ടിയാൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ്. അപ്പൊ ഇഹത്തില് ശ്രേയസ് ക്ഷേമം ഉണ്ടാകുന്നതാണ്. ഈ ലോകത്തിലെ അനുഭവങ്ങളൊക്കെ നന്നായിട്ട് തീരും.
പിന്നെയോ അവസാനം മുകുന്ദോനാഥ സംശ്രയ, മുകുന്ദനെ ആഗ്രഹിക്കുന്നു. ആ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇഹത്തിലെ ജീവിതം ധന്യമാകുന്നു മാത്രമല്ല പരത്തിൽ ഗതി, ആ ജീവനെ പരമഗതി മോക്ഷവും കൊടുക്കുന്ന ആളാണ്. അപ്പോ അനാഥർക്ക് ആശ്രയമായും മുക്തിപ്രദനുമായിരിക്കുന്ന ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണം. എന്റെ പേര് കാളിന്തി എന്നാണ്. യമുന നദിയില് അച്ഛനായിട്ടുള്ള സൂര്യദേവൻ നിർമ്മിച്ചു തന്ന ഒരു ഭവനത്തിലാണ് ഞാൻ വസിക്കുന്നത്. ഭഗവാന്റെ ദർശനം ലഭിക്കുന്നത് വരെ ഇവിടെ താമസിക്കും. അത് ഭഗവാനെ തപസ്സിച്ചുകൊണ്ട് ആരാധിച്ചിട്ട് എന്നാണ്. അപ്പൊ കാളിന്തി ഈ പറഞ്ഞ കാര്യങ്ങള് ശ്രീകൃഷ്ണ ഭഗവാനോട് ചെന്ന് പറഞ്ഞു അർജുനൻ എന്നാണ്. ഭഗവാനാണെങ്കിലോ മുമ്പ് തന്നെ ഈ പരമാർത്ഥം അറിഞ്ഞിരിക്കുന്ന ആളാണ് അല്ലെ. അതുകൊണ്ടാണ് അവിടെ തഥാവത കുടാകേശോ വാസുദേവായ ശോഭിത എന്നാണ് അല്ലെ. ആ വാസുദേവൻ എന്നുള്ള ഭാവത്തിലാണ് അവിടെ. അപ്പൊ എല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്ന ആളാണ്. എല്ലാവരുടെ ഉള്ളിലും അറിവായിട്ട് വഴങ്ങുന്ന ആളെയാണ് വാസുദേവൻ എന്ന് പറയുക. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ, ആ പരമാർത്ഥം അറിഞ്ഞിരിക്കുന്ന ശ്രീകൃഷ്ണൻ അവളെ രഥത്തിൽ കയറ്റിയിട്ട് ധർമ്മപുത്രന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ഇപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന ഉടനെ തന്നെ പാണ്ഡവന്മാര് ഞങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു കൊട്ടാരമൊന്നും ഇല്ല എന്നും പറഞ്ഞ് പരിതപിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പോഴും ഗുരുനാഥൻ കഥ പറയും. അതായത് പാണ്ഡവന്മാർക്ക് ഈ ധൃതരാഷ്ട്ര കുറച്ച് കാടാണ് കൊടുത്തത് എന്നാ പറയുക. വളരെ രസമായിട്ടാണ് സ്വാമിജി ആ കഥയൊക്കെ പറയുക. ഈ കാട് കൊടുത്തപ്പോ അത് ഭീമസേനെ പിടിച്ചില്ല. അതെന്താ ഞങ്ങൾ വല്ല കുറുക്കന്മാരാണോ ഈ കാടൊക്കെ തരാൻ? കുറച്ച് അതായത് പാറയും കല്ലും ഒക്കെ ആയിട്ടുള്ള പ്രദേശം, അതൊന്നും താമസിക്കാനൊന്നും കൊള്ളില്ല എന്നാണ്. വനപ്രദേശമാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, അത് കിട്ടിയില്ലേ അതുകൊണ്ട് സന്തോഷിക്കുക, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് വഴിയെ ശരിയാക്കാന്നാണ്. അങ്ങനെ കിട്ടിയ സ്ഥലമൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് ആ പരിതസ്ഥിതികളൊക്കെ എന്ന് വിചാരിച്ചിട്ട് അർജുനെയും കൂട്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവർക്ക് കിട്ടിയിട്ടുള്ള സ്ഥലമൊക്കെ ഒന്ന് നോക്കി കണ്ട് നടക്കുകയാണെന്നാണ്. അപ്പോഴാണ് അത്ര ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ അഗ്നിദേവൻ അവിടെ വന്നു എന്നാണ്. ഭഗവാനെ നമസ്കരിച്ചു എന്നാണ്. അപ്പൊ ചോദിച്ചു താൻ ആരാണ്? ഞാൻ അഗ്നിയാണ്, എന്തേ കൊണ്ട് ചോദിച്ചു. എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്നാണ്. എന്താ ചോദിച്ചു? എനിക്ക് ഈ വനത്തെ, ഈ ഗാന്ധവ വനത്തെ ഒന്ന് ദഹിപ്പിക്കണം എന്നാണ്. അതിനെന്താ ദഹിപ്പിച്ചൂടെ? അഗ്നിക്ക് ദഹിപ്പിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇത് ദഹിപ്പിക്കാനായിട്ട് കാരണം സ്വാമിജി പറയും, അതായത് ഈ അഗ്നിദേവന് ഒരു വയറൊക്കെ പൊത്തിപ്പിടിച്ചിട്ടാണ് അത്ര മുമ്പിൽ വന്നതെന്നാ പറയുക ശ്രീകൃഷ്ണന്റെ. അപ്പൊ ചോദിച്ചു അങ്ങ് ആരാണ്? ഞാൻ അഗ്നിയാണ്. എന്താ അപ്പൊ വയറൊക്കെ പൊത്തിപ്പിടിച്ചിട്ട്? അല്ല, എനിക്ക് വയറുവേദനയാണ്. എന്താ പറ്റിയത്? അതൊരു അജീർണം വന്നു, അഗ്നിക്ക് അജീർണമായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതിന് വൈദ്യന്മാർ അശ്വിനി ദേവന്മാരെയൊന്നും കണ്ടില്ല. ഇപ്പൊ കണ്ടു, അവരൊരു മരുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താ മരുന്ന്? ഈ ഗാന്ധവ വനത്തെ ദഹിപ്പിച്ച അങ്ങയുടെ സൂക്കട് മാറുന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അതിനകത്ത് ദഹിപ്പിച്ചുകൊണ്ട് അഗ്നിക്ക് ദഹിപ്പിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നാണ്. അതുപോലെ ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ദഹിപ്പിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഈ ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നതാണ്. ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത് കൊണ്ടോ ആ കത്തിയ അഗ്നി അങ്ങനെ അണയുകയാണ്. എന്തിനാ ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത്? ഈ ഗാന്ധവ വനത്തിലാണ് ഇന്ദ്രന്റെ ചങ്ങാതിയായിട്ടുള്ള തക്ഷകൻ താമസിക്കുന്നത് എന്നാണ്. തക്ഷകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ മഴ. അതുകൊണ്ട് എനിക്ക് ഈ വനം ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങളൊന്ന് സഹായിക്കണം അർജുന കൃഷ്ണ എന്നാണ്. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാനോട് അർജുനൻ ചോദിച്ചു, ഭഗവാൻ തയ്യാറാണെങ്കിൽ ഞാൻ വാക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ തയ്യാറാണെന്നാണ്. ഭഗവാനെ ആ കൂട്ടുപിടിച്ചിട്ട് അർജുനൻ അഗ്നിദേവന് വാക്ക് കൊടുത്തു. ശരി, ഞാൻ സഹായിക്കാം അങ്ങയെ ഈ കാടിനെ ദഹിപ്പിക്കാൻ. കാരണം അതൊന്ന് കത്തി കിട്ടിയാലേ ഇവർക്ക് വേണ്ടതുപോലെ കൊട്ടാരമൊക്കെ കെട്ടാനും പറ്റുള്ളൂ. അതൊരു ആവശ്യമാണ് എന്നാണ്. അപ്പൊ ശരി എന്ന് സമ്മതിച്ചിട്ട് അവിടെ വെച്ച് ഭഗവാൻ ഇപ്പോ അർജുനന്റെ തേരാളിയായിട്ട് തീർന്നു എന്നാണ്. പിന്നെ ആ കാട് ദഹിപ്പിച്ചു എന്നാണ്. ആ കാട് ദഹിപ്പിക്കുമ്പോഴാണ് അതിനകത്ത് നിന്ന് തക്ഷകനും അതുപോലെ തന്നെ ഒരു ശില്പിയാണ്, അസുരശില്പി മയനാണ്, മയനെയും രക്ഷിച്ചു എന്നാണ്. അപ്പൊ ആ അഗ്നിദേവന് വളരെ സന്തോഷമായി. അഗ്നി സന്തോഷിച്ചിട്ടാണ് ഗാന്ധീവം എന്ന വില്ല്, അമ്പൊടുങ്ങാത്ത ആവനാഴി, അതുപോലെ തന്നെ ദിവ്യമായിട്ടുള്ള തേര്, അതിനെ വലിക്കാനുള്ള 4 വെള്ളക്കുതിരകള്, ഇതൊക്കെ കൊടുത്തത് എന്നാണ് പറയുക. അങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അർജുനന് ഈ വിധ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അഗ്നിക്കും സുഖമായി എന്നാണ്. അപ്പൊ ഇവിടെ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന ഉടനെ തന്നെ തങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞ് പാണ്ഡവന്മാര് പരിതപിച്ചിട്ടുണ്ട്. അപ്പൊ പാണ്ഡവന്മാർക്ക് അതൊക്കെ ഒന്ന് നേരെയാക്കി കൊടുക്കണം എന്ന് ഭഗവാനും വിചാരിച്ചു എന്നാണ്. അവിടെ വെച്ച് പിന്നെ
അതായത് ആ ഇന്ദ്രപ്രസ്ഥത്തിൽ വിശ്വകർമാവിനെ വരുത്തി എന്നാണ് ഭഗവാനാണ്. ആ കാണുന്നവർക്കൊക്കെ അത്യാശ്ചര്യം തോന്നിപ്പിക്കുന്ന തരത്തില് അത്ഭുതകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള മണ്ഡപങ്ങളൊക്കെ ഉള്ള ഒരു നഗരം നിർമ്മിച്ചു കൊടുത്തു എന്നാണ്. പിന്നീടാണ് ഈ നായാട്ടും കാളിന്തിയുടെ വിവാഹമൊക്കെ നടന്നത് എന്നാണ് പറയുക എന്നാണ്. അപ്പൊ സ്വജനങ്ങളുടെ ഇഷ്ടത്തെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഭഗവാൻ ഇങ്ങനെ ഈ കൊട്ടാരമൊക്കെ പണികഴിപ്പിച്ച് കൊടുത്ത പുരിയില് അവിടെ താമസിക്കുകയാണ്. അർജുനനെ കൊണ്ട് ഗാണ്ഡവനമൊക്കെ ദഹിപ്പിച്ച് ഭഗവാൻ അപ്പൊ തന്നെ അർജുനന്റെ സാരഥിയായിട്ടും ഭവിച്ചു എന്നാണ്. ഇങ്ങനെ ഗാണ്ഡവനം ദഹിപ്പിച്ചപ്പോ അഗ്നി സന്തോഷിച്ചിട്ടാണ് വെളുത്ത നിറത്തിലുള്ള 4 കുതിരകളോട് കൂടിയ രഥം, ഗാണ്ഡീവം എന്ന വില്ല്, അമ്പടുങ്ങാത്ത ആവനാഴി, അസ്ത്രങ്ങളാൽ ഛേദിക്കപ്പെടാൻ കഴിയാത്ത കവചം, ഇതൊക്കെ അർജുനന് കൊടുത്തത് എന്നാണ്. പിന്നെ മയനെ അവിടുന്ന് മോചിപ്പിച്ചു എന്നാണ്. ആ മയനെ മോചിപ്പിച്ച് മയച്ച മോചിതോ വന്നെ സഭാം സഖ്യ ഉപാഹരൽ യസ്മിൻ ദുര്യോധനസ്യാസി ജലസ്ഥല ദിശിഭ്രമ. ഗാണ്ഡവനം ദഹിപ്പിക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഉണ്ടായിരുന്ന അസുരശില്പിയായിട്ടുള്ള മയനെ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു എന്നാണ്, മോചിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് അതിന് പ്രത്യുപകാരമായിട്ടാണ് മയൻ യുധിഷ്ഠിരന് അത്ഭുതകരമായിട്ടുള്ള ഒരു സഭ ഉണ്ടാക്കി കൊടുത്തത്. ഈ സഭയിൽ വെച്ചിട്ടാണ് ദുര്യോധനന് ജലസ്ഥല ഭ്രമം ഉണ്ടായത്. ആ കഥയൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട് എന്നാണ്. അങ്ങനെ അവിടെ താമസിച്ച് കുറച്ച് ദിവസം കൂടെ അവിടെ താമസിച്ചു എന്നാണ്. ആ താമസിച്ച് അതിനുശേഷം പിന്നെ ഭഗവാൻ അർജുനനോട് യാത്രയൊക്കെ പറഞ്ഞ് പാണ്ഡവന്മാരുടെ അനുവാദമൊക്കെ വാങ്ങിയിട്ട് സാത്വികി തുടങ്ങിയിട്ടുള്ള പരിചനങ്ങളോട് കൂടിയിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി പോവുകയാണ്. അങ്ങനെ ദ്വാരകയിലെത്തിയ ശേഷമാണ് അഥോപയമേകാളിന്ദിം സുവർണ വൃക്ഷ ഊർജിതേ വിധന്വൻ പരമാനന്ദം സ്വാനാപരമമംഗളം. ദ്വാരകയിലെത്തിയ ശേഷം ശരിക്കും നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് എല്ലാവർക്കും മംഗളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കാളിന്തിയെ വിധിപ്രകാരം വിവാഹം കഴിച്ചു എന്നാണ്. അപ്പൊ ഇപ്പോ ഭഗവാന് കാളിന്തി എന്ന ഒരു പത്നിയും കൂടി ആയി എന്നാണ്. അപ്പൊ രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി എന്നാണ്. ഇനിയാണ് അവന്തിയിലെ രാജാക്കന്മാരാണ് വിന്ദനും അനുബിന്ദനും എന്നാണ്. അവര് ദുര്യോധന്റെ അനുകൂലികളാണ്, ദുര്യോധന്റെ പാർട്ടിക്കാരാണ്, പക്ഷക്കാരാണ്. അപ്പൊ അവരുടെ സഹോദരി മിത്രവിന്ദ എന്നാണ്. അവൾ കാണിച്ച ശ്രീകൃഷ്ണ ഭഗവാനെയാണ് വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം. എന്നാൽ സഹോദരന്മാരാണെങ്കിലോ ശരിക്കും കൃഷ്ണ വിരോധികൾ എന്നാണ്. അതിനെ എതിർത്തിട്ട് അവരെന്താ ചെയ്തത്? സ്വയംവരം നിശ്ചയിച്ചു എന്നാണ്. അതായത് മിത്രവിന്ദയ്ക്ക് എന്നാണ്. ആ സ്വയംവര സദസ്സിലേക്ക് രാജാതിദേവിയാസ്തനയാ മിത്രവിന്ദാംബിദൃഷു പ്രസഹ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രവശ്യതാം. ശ്രീകൃഷ്ണന്റെ അച്ഛൻ വസുദേവന്റെ സഹോദരിയായിട്ടുള്ള രാജാതിദേവിയുടെ പുത്രിയാണ് ഈ മിത്രവിന്ദ എന്നാണ്. അപ്പൊ ആ മിത്രവിന്ദയെ സ്വയംവര സദസ്സിൽ ചെന്ന് എല്ലാ രാജാക്കന്മാരും നോക്കിയിരിക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ ബലാത്കാരമായിട്ട് അപഹരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അവരെ വിവാഹം കഴിക്കുന്നുണ്ട്. പിന്നെ നഗ്നദി നാമ കൗസല്യ ആസി രാജാതി ധാർമ്മിക തസ്യ സത്യാഭവൽക്കന്യാം ദേവി നാഗ്നജിതി നൃഭ. അയോധ്യയിലെ ഒരു ധർമ്മനിഷ്ഠയോട് കൂടിയിട്ടുള്ള രാജാവാണ് നഗ്നജിത്ത് എന്നാണ്. അദ്ദേഹത്തിന്റെ പുത്രിയാണ് ഈ സത്യ. അച്ഛന്റെ പേരിനനുസരിച്ചിട്ട് ആ കുട്ടിക്ക് നാഗ്നജിതി എന്ന പേരും ഉണ്ട് എന്നാണ്. ഈ രാജാവിന്റെ പക്കല് മെരുങ്ങാത്ത കൂറ്റന്മാരായിട്ടുള്ള ഒരു 7 കാളകളുണ്ട് എന്നാ പറയുക. മൂർച്ചയുള്ള കൊമ്പുകളൊക്കെയാണ് അവർക്ക് എന്നാണ്, മതിച്ച കാളകളാണ്. ഈ നാഗ്നജിതി അല്ലെങ്കിൽ ഈ സത്യയെ ഈ 7 കാളകളെ ആരാണോ ഒരേ സമയത്ത് പിടിച്ച് ബന്ധിക്കുന്നത് അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് രാജാവ് എന്നാണ്. അങ്ങനെ ഒരു കാര്യം വെച്ചിട്ടുണ്ട് എന്നാണ്, ഒരു പന്തയം. എന്നാൽ ഒരുപാട് രാജാക്കന്മാർ ഈ സത്യയെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കൊട്ടാരത്തിലേക്ക് വന്നു. പക്ഷേ ഈ 7 കാളകളെ മെരുക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അതുകൊണ്ട് അവർക്കൊന്നും സത്യയെ കിട്ടിയതുമില്ല എന്നാണ്. അതൊക്കെ വലിയ തത്വങ്ങളാണ്. 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഇതിനെ നമ്മൾ മെരുക്കിയെടുക്കണം എന്നാണ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നമ്മുടെ അധീനത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് സത്യത്തെ അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് പറ്റില്ല. അത് കാണിച്ചു തരികയാണ്. ഇപ്പോ ആർക്കും കഴിഞ്ഞില്ല. ഭഗവാനാണെങ്കിലോ ഒരു ദിവസം ഈ കോസല രാജാവിന്റെ കാളകളെ പറ്റിയൊക്കെ കേട്ടു.
അപ്പോ സത്യയെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹമായിട്ട് വലിയൊരു സൈന്യവുമായിട്ട് അയോധ്യ നഗരത്തിൽ എത്തുകയാണ്. ഭഗവാൻ വന്ന വിവരം അറിഞ്ഞപ്പോ കോസലാധിപതിയായിട്ടുള്ള ആ രാജാവ് വേണ്ടതുപോലെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ഇരുത്തി പൂജിച്ചു ഭഗവാനെ എന്നാണ്. ഭഗവാൻ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അഭിനന്ദിക്കുകയും ചെയ്തു എന്നാണ്. വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യ ജഗമേ രമാപതിം. തനിക്ക് അഭിമതനും രമാപതിയുമായിട്ടുള്ള ഭഗവാൻ തൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നതായിട്ട് കണ്ടിട്ട് ഈ സദ്യ ഭഗവാനെ കണ്ട് ഭഗവാൻ തന്നെ എൻ്റെ വരനായിട്ട് വരണേ എന്ന് ആ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെന്നാണ്. കാരണം താൻ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യത്തിന്റെ ഫലമായിട്ട് ഈ കൃഷ്ണൻ തന്നെ എൻ്റെ ഭർത്താവണം എന്നാണ് ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് സത്യ പ്രാർത്ഥിക്കുന്നത് എന്നാണ്. എന്താ ഭഗവാന്റെ പ്രഭാവം? യൽപാദ പങ്കജരജ ശിരസാ വിഭർത്തി ശ്രീരബ്ജ സഹിരശ സഹ ലോകപാലൈ ലീലാതനു സുഹൃത സേതു പരീപ്സയേശ കാലേതദർശ ഭഗവാൻ മമ കേന ദുഷ്യേത്. ലോകപാലകന്മാരോട് കൂടിയ ആ പരമേശ്വരൻ, അതായത് ലോകപാലകന്മാരും പരമേശ്വരനും ബ്രഹ്മാവും ലക്ഷ്മി ദേവിയും ഏതൊരു ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളെ അതായത് പാദരേണുക്കളെ ശിരസിൽ ധരിക്കാൻ കൊതിക്കുകയാണ്. അവരൊക്കെ ഭഗവാന്റെ പാദരേണുക്കളെ ശിരസിൽ ധരിക്കുന്നവരാണ്. ആ ഭഗവാൻ നിശ്ചയിച്ചതായിട്ടുള്ള ധർമ്മമാർഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളിലെ ഓരോരോ ലീലാശരീരങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈശ്വരനായിട്ടുള്ള ആ ഭഗവാൻ എൻ്റെ ഏതുപായം കൊണ്ട് സന്തോഷിക്കും എന്നാണ് ഇവിടെ ആ സത്യയുടെ ഭാവം. താൻ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാരിൽ ലക്ഷ്മി ദേവി ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ആ ഭഗവാനെ തനിക്കും അനുഭവിക്കാൻ കിട്ടണം എന്നുള്ള ഭാവമാണ്. അപ്പോഴാണ് രാജാവ് ഭഗവാനെ നമസ്കരിച്ച് ചോദിക്കുകയാണ്, അച്യുതം പുനരിത്യാഹ നാരായണ ജഗത്പതി ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിമൽപക. ഭഗവാനെ വേണ്ടതുപോലെ പൂജിച്ചു രാജാവ്. എന്നിട്ട് ഭഗവാനെ നമസ്കരിച്ച് പറയുകയാണ്, അവിടുന്ന് പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണക്കാരനാണ്, പതിയാണ്. എല്ലാ ജീവന്മാർക്കും ആ ആധാരബോധനാണ് അവിടുന്ന് പൂർണ്ണന അല്ലെ, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശ്യം. അങ്ങനെ സ്വയം പൂർണ്ണനാണ് അല്ലെ, ആത്മാനന്ദത്താൽ പരിപൂർണനായിരിക്കുന്ന ആത്മാനന്ദേന പൂർണ്ണസ്യ, ആത്മാനന്ദം കൊണ്ട് പൂർണ്ണനായിരിക്കുന്ന അങ്ങേക്ക് അല്പനായിട്ടുള്ള ഞാന് എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പൊ ഭഗവാന് നമ്മുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമ്മള് ഓരോ ദിവസത്തെ യജ്ഞമൊക്കെ സമർപ്പണമായിട്ട് നടത്തണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതുകൊണ്ട് ഭഗവാൻ ആവശ്യമുണ്ടായിട്ടല്ല, അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഭഗവാൻ എല്ലാം കൊണ്ടും പൂർണ്ണനാ. ഇപ്പൊ നമ്മുടെ കുറച്ച് പഞ്ചാര പായസോ അതുപോലെ നമ്മുടെ അപ്പോ അടയോ അതുകൊണ്ടൊന്നും ഭഗവാന് വേണമെന്നൊന്നുമില്ല. പിന്നെ എന്തിനു നമ്മൾ ചെയ്യണു? ഭഗവാൻ പൂർണ്ണൻ തന്നെയാണ്. അപൂർണന്മാരായിട്ടുള്ള നമ്മള് ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനിലുള്ള പൂർണ്ണത നമുക്ക് കിട്ടാൻ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ വേണ്ടതുപോലെ പൂർണ്ണനായിട്ടുള്ള ഭഗവാനെ, ആത്മാനന്ദം കൊണ്ട് പൂർണ്ണനായിരിക്കുന്ന ഭഗവാനെ പൂജിച്ചിട്ട് പറഞ്ഞു രാജാവ്, അല്പനായിട്ടുള്ള ഞാന് അവിടത്തേക്ക് കരണീയമായിട്ട് എന്തേ ചെയ്തു തരേണ്ടു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു, ഈ രാജാക്കന്മാര് ക്ഷത്രിയന്മാർക്ക് യാചിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് എന്നാണ്. കാരണം ക്ഷത്രിയനെ യാചിക്കാൻ പാടില്ല എന്നാണ്. അത് ശരിയല്ല. എങ്കിലും അങ്ങയുടെ ബന്ധുത്വം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ കന്യകയെ എനിക്ക് തരണം എന്ന് കന്യാദാനം ഞാൻ യാചിക്കുകയാണ് എന്നാണ്. അപ്പോ ഭഗവാനോട് പറഞ്ഞു രാജാവ്, അത് അങ്ങ് വന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ ഞാൻ എങ്ങനെ എൻ്റെ മകളെ തരാതിരിക്കും? കാരണം അങ്ങിൽ വേറൊരാളെ എൻ്റെ മകൾക്ക് ഭർത്താവായിട്ട് വരുന്നത്, അതായത് ഭഗവാനെ പോലൊരു വരനെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഇപ്പൊ അങ്ങ് തന്നെ നേരിട്ട് വന്നിട്ട് തരൂ എന്ന് പറയുകയാണ്. ഇതിൽ പരം വേറൊരു ഭാവം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങ് ഈ പറഞ്ഞതുപോലെ എൻ്റെ മകൾക്ക് എന്തുകൊണ്ടും അനുയോജ്യൻ തന്നെയാണ്. എൻ്റെ മകളുടെ ഭാഗ്യാണ് അങ്ങയെ ഭർത്താവായിട്ട് കിട്ടുക എന്നുള്ളത്. എല്ലാ ഗുണങ്ങളുടെയും ഏകസ്ഥാനമായിരിക്കുന്ന ആളാണ് അവിടുന്ന്. ആ അങ്ങയുടെ മാർഗത്തിലാണ് ലക്ഷ്മി ദേവി എപ്പോഴും വസിക്കുന്നത്. അപ്പോ ഇതിനേക്കാൾ ഒരു കന്യകയ്ക്ക് ആഗ്രഹിക്കത്തക്ക വിധത്തിൽ വേറെ ആരാ വരനായിട്ടുള്ളത്? അതുകൊണ്ട് ഭഗവാനെ അങ്ങ് വിവാഹം കഴിക്കാൻ അങ്ങേക്ക് തരുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ
ഇപ്പൊ ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്നാണ്. ഈ 7 കാളകളെ ആരാണോ ഒരേ സമയത്ത് മെരുക്കി കെട്ടണത് അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം എന്നൊരു ശപഥം ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇത് കേട്ടപ്പോ ഭഗവാൻ പിന്നെ ഒന്നും നോക്കിയില്ല എന്നാണ്. ഉടനെ തന്നെ ഒന്നായിരിക്കുന്ന ഭഗവാൻ 7 രൂപം സ്വീകരിച്ചു. ഇപ്പൊ 2 എന്നൊക്കെ നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ഇനി വരുന്ന കഥയിൽ കൂടെ കേൾക്കാൻ പോകുന്നുണ്ട്. ബഹിളാശ്വൻ എന്ന മിഥില രാജാവിനെയും ശ്രുതദേവൻ എന്ന ബ്രാഹ്മണനെയും അനുഗ്രഹിക്കാൻ അതായത് ഏകനായിട്ടുള്ള ഭഗവാൻ 2 സ്വരൂപം സ്വീകരിച്ചു പോയി. ഇതിപ്പോ ഇവിടെ 7 സ്വരൂപം സ്വീകരിക്കുന്നത്. ഇനി കുറച്ചു കഴിഞ്ഞാൽ 16,000 സ്വരൂപം സ്വീകരിക്കുന്നുണ്ട്. അപ്പോ ആ ഏകനും അദ്വൈനുമാണ് ഭഗവാൻ. പക്ഷേ ഈ നാനാത്വ ഭാവത്തിൽ വിളങ്ങാനും ഭഗവാന് പ്രയാസമൊന്നുമില്ല. ഈ നാനാത്വ ഭാവത്തിൽ പ്രകാശിക്കുന്ന സമയത്തും ആ ഏകത്വ ഭാവത്തിന് ഒരു കുറവുമില്ല. അപ്പോ നമ്മുടെയൊക്കെ ഭേദബുദ്ധി ഇല്ലാണ്ടാവണമെങ്കിൽ ഈ നാനാത്വത്തിലും ഏകനായിരിക്കുന്ന ഭഗവാന് ഏകത്വം കാണണം എന്നാണ്. അതിന് കാണിച്ചു തരികയാണ് ഇങ്ങനെയുള്ള കഥകളിലൂടെ എന്നാണ്. അങ്ങനെ ഭഗവാൻ 7 സ്വരൂപം സ്വീകരിച്ച് ഈ കാളകളെ ശരിക്കും മെരുക്കി അങ്ങ് കെട്ടി എന്നാണ്. ശരിക്കും ഈ കുട്ടികള് പാവകളെ വലിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ് ഈ കാളകളെയൊക്കെ ബന്ധിച്ചിട്ട് വലിച്ചുകൊണ്ട് വന്നത് എന്നാണ്. അങ്ങനെ അവിടെ വെച്ച് സത്യയെ കന്യാദാനായിട്ട് സ്വീകരിച്ചു എന്നാണ്. അപ്പോ എല്ലാവർക്കും വളരെ സന്തോഷമായി എന്നാണ്. പിന്നെ ഒരു ഉത്സവം പോലെയാണ് സത്യയുടെ വിവാഹം കൊണ്ടാടിയത് എന്നൊക്കെയാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് യാത്ര പുറപ്പെട്ടു. ഒരുപാട് സ്ത്രീധനമൊക്കെ കൊടുത്തു എന്നാണ്. ആനകളും തേരും കുതിരയും പശുക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് എന്നാണ്. അത് കഴിഞ്ഞ് ഇപ്പോ ഇതിനു മുമ്പ് സത്യ വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങി വന്ന രാജാക്കന്മാർക്ക് അത് കഴിയാണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പൊ കൃഷ്ണനോട് യുദ്ധത്തിന് വരികയാണ്. കൃഷ്ണൻ ഈ സത്യയെ കിട്ടിയല്ലോ എന്ന ഭാവത്തില് ഭഗവാൻ അവരെയൊക്കെ തോൽപ്പിച്ചോടിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ അവരെയൊക്കെ ഓടിച്ചിട്ട് ഇപ്പൊ ഇവിടെ ദ്വാരകയിലേക്ക് വന്നു. ആ സത്യയെ വേണ്ടതുപോലെ നല്ലൊരു മുഹൂർത്തത്തില് വിവാഹം കഴിക്കുകയാണ്. അതിനുശേഷം പിന്നെ വസുദേവന്റെ സഹോദരിയായിട്ടുള്ള ശ്രുതകീർത്തെ സുധാഭദ്ര ഉഭയമേ പിതൃശ്വസു കൈകേയും ഭ്രാതൃദത്താൻ കൃഷ്ണ സന്ദർദ്ധനാദിപി. അച്ഛന്റെ സഹോദരിയായിട്ടുള്ള ശ്രുതകീർത്തി എന്നാണ്. ഇപ്പൊ രാജാതിദേവി, അതുപോലെ ശ്രുതശ്രവസ്, ശ്രുതദേവ, ഇപ്പൊ ശ്രുതകീർത്തി. അപ്പൊ ഈ ശ്രുതകീർത്തിയുടെ പുത്രിയാണ് കെ രാജ്യത്ത് ഉള്ള ആ സന്ദർദ്ധനൻ മുതലായിട്ടുള്ള സഹോദരന്മാരാൽ ദാനം ചെയ്യപ്പെട്ടവളായിട്ടുള്ള ഭദ്ര. അതായത് ശ്രുതകീർത്തിയുടെ മകളാണ് ഭദ്ര. അത് ശ്രുതകീർത്തിയുടെ പുത്രന്മാരാണ് ഈ സന്ദർദ്ധനാദികള്. അവര് അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന് സഹോദരിയെ കൊടുക്കാൻ കന്യാദാനമായിട്ട് നിശ്ചയിച്ചു. ഭദ്രയെയും കൃഷ്ണൻ വിവാഹം കഴിച്ചു എന്നാണ്. മധുര പിന്നെ സർവ്വശുഭലക്ഷണങ്ങളും തികഞ്ഞ മധുര രാജാവിന്റെ പുത്രിയുമായിട്ടുള്ള ലക്ഷ്മണയെ ഏകനായിട്ട് ഗരുഡൻ സ്വർഗത്തിൽ ചെന്ന് അമൃത് തട്ടിയെടുക്കുന്നത് പോലെ സ്വയംവര മണ്ഡപത്തിൽ ചെന്ന് അപഹരിച്ചു. ഈ ലക്ഷ്മണയെ അങ്ങനെ മധുര രാജാവിന്റെ പുത്രിയാണ് ലക്ഷ്മണ. ഈ സന്ദർദ്ധനാദികള് അവരുടെ സഹോദരിയായിട്ടുള്ള ഭദ്രയെ കൊടുത്തു ഭഗവാന്. അതിനുശേഷം പിന്നെ ഈ ലക്ഷ്മണയെയാണ് പിന്നെ വിവാഹം കഴിക്കുന്നത്. ഈ ലക്ഷ്മണന്റെ വിവാഹം ഒരു പ്രത്യേക തരത്തിലാണ്. ഒരു ജലാശയം ഭൂമിയിലുണ്ട്. അതിന്റെ സമീപത്തായിട്ട് ഒരു കൊടിമരമുണ്ട്. ഈ കൊടിമരത്തിന്റെ ഏറ്റവും മുകളില് ഒരു മത്സ്യത്തിന്റെ ഒരു രൂപം കൊത്തിവെച്ചിട്ടുണ്ട്, മരം കൊണ്ടോ മറ്റോ. ആ മത്സ്യത്തിന്റെ രൂപം ഇവിടെ ജലാശയത്തിൽ പ്രതിബിംബത്തിൽ കാണും. ഈ പ്രതിബിംബത്തിൽ കാണുന്ന ആ മത്സ്യത്തെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ആ മത്സ്യത്തിന്റെ രൂപത്തെ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ജലാശയത്തിൽ കാണുന്ന മത്സ്യത്തിന്റെ ആ പ്രതിബിംബത്തെ നോക്കിയിട്ട് വേണം ആ യഥാർത്ഥ അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ നിൽക്കുന്ന ആ മത്സ്യത്തെ എയ്യാനാണ്. അതായത് കൊടിമരത്തിന്റെ മുകളില് മരം കൊണ്ടോ മത്സ്യത്തിന്റെ രൂപമുണ്ട്. അതിന്റെ പ്രതിബിംബം വെള്ളത്തിൽ കാണും. ആ വെള്ളത്തിൽ നോക്കിയിട്ട് ആ പ്രതിബിംബത്തെ നോക്കിയിട്ട് വേണം ആ ബിംബത്തിലേക്ക് എയ്യാൻ. അങ്ങനെ ബിംബത്തെ ലക്ഷ്യഭേദം ചെയ്താലോ അയാൾക്ക് ഈ കന്യകയെ ലക്ഷ്മണയെ വിവാഹം കഴിക്കാം. പാണ്ഡവന്മാരെ അടക്കം പോകുന്നുണ്ട്. അതിനി കുറച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട് എന്നാണ്. ലക്ഷ്മണ നേരിട്ട് പറയുന്നുണ്ട് എന്നാണ്. അർജുനന് പോലും പറ്റണില്ല. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനാണ് ലക്ഷ്യഭേദം ചെയ്തിട്ട് ഈ ലക്ഷ്മണയെ സ്വന്തമാക്കിയത് എന്നാണ്. ഇത് കൂടാണ്ട് ഇപ്പോ ഇനി ഭഗവാൻ നരകാസുരൻ അപഹരിച്ച് തടവിൽ പാർപ്പിച്ചിരുന്ന അനേകായിരം സുന്ദരിമാരെ നരകാസുരനെ കൊന്ന ശേഷം ഭാര്യമാരായിട്ട് സ്വീകരിച്ചു എന്നാണ്. ഇവിടെ ഒരു പ്രത്യേക കണക്കല്ല പറയുന്നത്. ഇപ്പൊ അനേകം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 16,000 പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു പെർട്ടിക്കുലർ സംഖ്യയായിട്ട് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അപ്പൊ ഇവിടെ ഇപ്പൊ ഭഗവാൻ ഇപ്പൊ 8 പേര് പത്നിമാരായിട്ട്
ഇനി ഇത് കൂടാണ്ട് ഒരു 16,000-ത്തിലധികം എന്ന് പറയുന്നുണ്ട് ചില പുരാണങ്ങളിലൊക്കെ. ഈ 16,000 അല്ലെങ്കിൽ 16,000-ത്തിലധികം എന്നൊക്കെയാണ്. അപ്പോ രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ, ഈ 8 പേര് പ്രധാനപ്പെട്ട പത്നിമാരായിട്ട് അറിയപ്പെടുന്നു എന്നാണ്. എന്നാൽ ഈ 8 പേര്, ഇനി അതിന്റെ തത്വത്തെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കുക. അത് അടുത്ത അധ്യായം കൂടെ വായിച്ച് അതിലെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ തത്വത്തെ പറഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് മനസ്സിലാവും. ഈ 8 എന്ന് വെച്ചാൽ അഷ്ടമഹിഷി ഉദ്വാഹം എന്നാണ് ശാസ്ത്രത്തിൽ, ഭാഗവതത്തിൽ അതിനെ പറഞ്ഞിരിക്കുന്നത്. അഷ്ടമഹിഷി എന്ന് വെച്ചാൽ അഷ്ടത പ്രകൃതിയാണ്. ജീവൻ പ്രപഞ്ചത്തിലേക്ക് ശരീരം എടുത്ത് വരുന്നത് ഈ 8 ഭാവത്തിലാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരം ഇതും കൂടെ ചേരുമ്പോഴാണല്ലോ മനുഷ്യ ശരീരം. അപ്പൊ അതില് ഇനി ഈ 8 പേരില് അത് കഴിഞ്ഞത് കൂടെ അതിനെയാണ് ഈ 8 ആക്കി പറഞ്ഞിരിക്കുന്നത്. അഷ്ടതാ പ്രകൃതി എന്നാണ്. ഈ അഷ്ടതാ പ്രകൃതിയായിട്ടുള്ള ഈ ശരീരത്തില് ഈ ആ ജീവന്റെ ആ മനസ്സിൽ തോന്നുന്ന ഇനി വികാര വിചാരങ്ങള്, അതാണ് ഇനി കുറച്ച് അടുത്ത അധ്യായത്തിൽ 16,000 എന്ന് പറയുന്നത്. അപ്പൊ ജീവൻ ശരീരം എടുത്ത് പ്രപഞ്ചത്തിൽ വന്നാൽ ആ മനസ്സില് പലതരത്തിലുള്ള ചിന്തകളും സങ്കല്പ വികല്പങ്ങളും ഒക്കെ പൊന്തി വരുന്ന അതിനെയാണ് ഈ 16,000 എന്ന് പറയുന്നത്. ഈ 16,000 ഒന്നുമല്ല, പിന്നെ അതൊന്ന് കൂടി വരും. അതുകൊണ്ടാണ് ഇനി ഈ 16,008 പത്നിമാരില് ഭഗവാന് 18 പുത്രന്മാര്, മറ്റുള്ള ചിലരിലൊക്കെ ഓരോ പുത്രിമാര് എന്നൊക്കെ പറയുന്നതാണ്. എന്താ ഇങ്ങനെ നമ്മുടെ സങ്കല്പങ്ങൾ ഇങ്ങനെ വികസിച്ച് വരികയാണ്. വികാര വിചാരങ്ങൾ ഇങ്ങനെ അതായത് മനസ്സിൽ നിന്നിങ്ങനെ പൊന്തി വരിക. അതിനെയാണ് അനവധി എണ്ണത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കണക്ക് പറഞ്ഞതാണ്. അപ്പൊ അതാണ് ഇനി അടുത്ത 16,000 എന്ന് പറയുന്നത്. ഞാൻ 16,000 കന്യകമാരെ എങ്ങനെയാണ് ഭഗവാൻ വിവാഹം കഴിക്കുന്നത്? നരകാസുരനെ കൊന്നിട്ടാണ്. അപ്പൊ ഈ നരകാസുരൻ ആരാണ് എന്നുള്ള ചരിത്രമൊക്കെയാണ് അടുത്ത അധ്യായത്തില് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. അപ്പൊ ഈ തത്വം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭഗവാന്റെ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ രുക്മിണി സ്വയംവരം, ആ രുക്മിണി ശരിക്കും അവശനായിട്ടൊരു ജീവൻ. അപ്പൊ ആ നിലയിൽ ഇനിയിപ്പോ രുക്മിണി എന്തിനാണ് ശ്രീകൃഷ്ണനെ കല്യാണം കഴിച്ചത്, വിവാഹം കഴിച്ചത് എന്ന് ഇനി 60-ാമത്തെ അധ്യായത്തിൽ രുക്മിണി തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടെ കൂട്ടിച്ചേർത്താലേ രുക്മിണി സ്വയംവരത്തിന്റെ താല്പര്യം ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ്. അല്ലാണ്ട് ഒരു സ്ത്രീ പുരുഷ ഇതിപ്പോ ഈ പാലക്കാട് നമ്മൾ തന്നെ ഈ തത്വങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിക്കാത്തത് കൊണ്ട് മറ്റുള്ളവര് നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഇതിനെയൊക്കെ കാണിച്ചിട്ടാണ് നമ്മളെ അവഹേളിക്കുക. അതിന് മറുപടി പറയാൻ നമുക്ക് ആവൂല്ല. കാരണം കഥയിലൊക്കെ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ അവിടെ പോയിട്ട് ആ കന്യകയെ അപഹരിച്ചു, ഈ കന്യകയെ അപഹരിച്ചു, മറ്റവരെ കൊന്ന് മറ്റവളെ വിവാഹം കഴിച്ചു. ഇങ്ങനെ നോക്കുമ്പോ അനവധി ആളുകളുണ്ട്. അപ്പൊ 16,008 പത്നി, നമ്മള് വിവാഹ വീരട്ടു സഹസ്രമെട്ടും അങ്ങനെ പറഞ്ഞ് പാട്ടും പാടിക്കൊണ്ട് നടക്കണമുണ്ട്. നോക്കൂ, ഒരു പുരുഷനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഭഗവാനെ സംബന്ധിച്ചാവാം. കാരണം ഭഗവാൻ ഒരു മനുഷ്യനാട്ടി അനുസരിച്ചിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ ഈശ്വരനാ. മനുഷ്യനെ കൊണ്ട് കഴിയാത്തൊക്കെ ഈശ്വരനെ കൊണ്ട് കഴിയും. അപ്പൊ ഒരു മനുഷ്യഭാവത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട് നമ്മൾ ഈ കഥയെ വിലയിരുത്താൻ പാടില്ല. അല്ല, ഇനിയിപ്പോ താത്വികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ 16,008 പത്നിമാര് എന്നൊക്കെ പറയുമ്പോ അതിപ്പോ ഒരു മനുഷ്യനെ കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഇങ്ങനെ ഞാൻ പാലക്കാട് ഒരിടത്ത് സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ എന്നോട് ഒരു ചോദ്യം ചോദിച്ചത്, കരഞ്ഞുകൊണ്ട് ആ കുട്ടി ചോദിച്ചത്, ഈ 16 ആ കുട്ടി ശ്രീകൃഷ്ണന്റെ ഭക്തയാണ്. അപ്പൊ അവരൊരു ക്രിസ്ത്യൻ കോളേജിലാണ് പഠിക്കുന്നത്. അവിടുത്തെ അവരുടെ പ്രൊഫസർ ഒരു കന്യാസ്ത്രീയാണ്. അവർ ഈ കുട്ടിയോട് ചോദിച്ചത്, നിങ്ങളുടെ കൃഷ്ണന് 16,008 ഭാര്യമാരില്ലേ? ഈ 16,008 പെണ്ണുങ്ങളുമായിട്ട് നടക്കുന്ന കൃഷ്ണനാണല്ലോ നിങ്ങളുടെ ആരാധ്യ പുരുഷൻ എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടിക്ക് അതിന് മറുപടി പറയാനൊന്നും പറ്റണില്ല. കാരണം ആ കുട്ടി മനസ്സിലാക്കി 16,008 കല്യാണം കഴിച്ചു കൃഷ്ണൻ എന്നൊക്കെയാണ്. ആ കുട്ടി വീട്ടിൽ ചെന്ന്, അവർക്ക് കുറച്ച് ആധ്യാത്മിക സംസ്കാരമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ്, ഒരു തറവാട്ടിലെ കുട്ടിയാണ്. അവിടെ ചെന്ന് മുത്തശ്ശിയോടൊക്കെ ചോദിച്ചപ്പോ മുത്തശ്ശി ഈ പാട്ട് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതിന്റെ തത്വം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ മുത്തശ്ശിയും പറഞ്ഞു, കൃഷ്ണൻ ഇങ്ങനെ 16,000 കന്യകമാരെ വിവാഹം കഴിച്ചിട്ടുണ്ട്, മറ്റവരെ 5-8 പേരെ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ അവരും പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ കുട്ടിക്ക് സംശയം മാറിയില്ല. അപ്പൊ സപ്താഹത്തിന് എന്റെ മുമ്പിൽ ആ കുട്ടി വന്ന് ഇങ്ങനെ ഒരു സംശയം ഇല്ലാതെന്ന് തീർത്തതായിരുന്നു. ഞാൻ പറഞ്ഞു, വാസ്തവത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന കാര്യം 16,008 സ്ത്രീകളെ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ?
അപ്പൊ അത് ഈ അഷ്ടതാ പ്രകൃതിയാണ് 8 പേര്. പിന്നെ ആ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങളെയാണ് 16,000 അതിലധികമായിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് സമാധാനമായി. പിന്നെ ആ കുട്ടി അത് പിറ്റേ ദിവസം അവിടെ ചെന്ന് അവരുടെ ആ കന്യാസ്ത്രീ ആയിട്ടുള്ള പ്രൊഫസറോട് പറഞ്ഞു. അപ്പൊ ഈ തത്വത്തെയാണ് കാണിച്ചിരിക്കുക. അപ്പൊ അത് മനസ്സിലാക്കാതിരുന്നാൽ മറ്റുള്ളവര് അവർക്ക് നമ്മളെ അടിക്കാനുള്ള ഒരു വടിയാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എപ്പോഴും കാര്യങ്ങളൊക്കെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് എന്തിനാണ് അത് പറഞ്ഞിരിക്കുക, ആ സന്ദർഭം നോക്കിയിട്ട് അതിന്റെ അർത്ഥത്തെ നമ്മൾ അതിന്റെ തത്വത്തെ ചിന്തിക്കണം എന്നാണ്. അത് അതായത് പരോക്ഷമായിട്ടാണ് കാര്യങ്ങളൊക്കെ വിശദമാക്കുക ഈ പുരാണങ്ങളിലൊക്കെ. ഭഗവാൻ പരോക്ഷപ്രിയനാണ്. വേദത്തിന്റെ താല്പര്യം തന്നെ പരോക്ഷവാദോ വേദോയം ഭാരാനാം അനുശാസനം എന്നാണ്. പരോക്ഷമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുക. ഇപ്പൊ നമുക്ക് പ്രത്യക്ഷമായിട്ട് പറഞ്ഞാലേ മനസ്സിലാവില്ല, പിന്നെ പരോക്ഷമായിട്ട് എങ്ങനെ മനസ്സിലാവുക? അപ്പൊ അതിന് കുറച്ച് മനഃശുദ്ധിയൊക്കെ വേണം. അപ്പൊ മനസ്സ് ഭക്തി കൊണ്ട് ഭഗവാനിൽ ഉറച്ച് പ്രാപഞ്ചിക വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം മനസ്സിൽ നിന്ന് വിടുമ്പോ നമുക്ക് ഈ തത്വത്തെ കുറിച്ച് ശരിയായിട്ട് അനുഭവിക്കാനും പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കഥകൾ പറഞ്ഞ, അല്ലാണ്ട് ഒരാൾ 16,008 വിവാഹം കഴിച്ചു അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. ആ നിലയ്ക്കല്ല അതിനെ കാണേണ്ടത്. അപ്പൊ ആ തത്വങ്ങളാണ് ഇനി അടുത്ത. അപ്പോ നാളത്തെ കാര്യം, അതായത് നാളെ ഭഗവാന്റെ 16,000 വിവാഹ. അപ്പൊ എങ്ങനെയാ നരകാസുരനെ കൊല്ലുന്നത് എന്നും, എങ്ങനെ പറ്റി ഈ 16,000 പേര് നരകാസുരന്റെ ജയിലിൽ പോയി കിടക്കാൻ, പിന്നെ അവിടെ നിന്ന് ഭഗവാനാലാണല്ലോ അവർക്ക് മോചനം കിട്ടിയത്. അങ്ങനെ ഭഗവാൻ തന്നെ ഒരേ മുഹൂർത്തത്തിൽ 16,000 സ്വരൂപം സ്വീകരിച്ചിട്ടാണ് അവരെ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അതിന്റെ താത്വികമായിട്ടുള്ള വശങ്ങൾ, അത് വളരെ താത്വികമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. അപ്പൊ ഇന്ന് കേട്ടവര് ഈ കേട്ട സത്സംഗം പൂർണ്ണമാവണമെങ്കിൽ നാളത്തെ ആ കഥയും കൂടെ അനുസ്മരിച്ച് അതും കൂടെ മനസ്സിലാക്കിയ, അതിന്റെ തത്വം കൂടെ മനസ്സിലാക്കിയാലേ ആ പൂർണ്ണത കിട്ടുള്ളൂ. അപ്പൊ നാളെയും ആ സമയത്ത്, ഈ പറഞ്ഞ സമയത്തില്, ഈ 59-ാമത്തെ അധ്യായത്തില് നരകാസുരന്റെ വധവും 16,000-ലധികം കന്യകമാരുടെ വിവാഹത്തെ കുറിച്ചും അത് കേട്ടാൽ നമുക്ക് ഈ സംശയങ്ങളൊക്കെ തീരും. അത് കേൾക്കേണ്ടതാണ്, അത് കേൾക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുകയാണ്. എങ്കിലേ നമുക്ക് മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോൾ നമുക്ക് അതിന് പറ്റിയ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അത് കേൾക്കുക നിവൃത്തിയുള്ളൂ. അതിന് മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. അത് പാടില്ല. നമ്മളൊക്കെ ഈ ശാസ്ത്രം ശരിയായിട്ട് പഠിച്ചിട്ട് അത് മറ്റുള്ളവർ അതിനെ കളിയാക്കണ സമയത്ത് അതിനെ ശരിക്കും ചോദ്യം ചെയ്ത് അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കണം. നമ്മൾ ഇത് പഠിക്കാത്തതാണ് നമ്മുടെ ഈ അജ്ഞാനം. നമ്മളിതൊന്നും പഠിക്കാത്തത് കൊണ്ട് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ ശാസ്ത്രങ്ങളൊക്കെ നമ്മളെ സംശയങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാനാ, അല്ലാണ്ട് ഇത് പഠിച്ചിട്ട് സംശയം ഉണ്ടാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതും ശരിയായിട്ട് എല്ലാവരും കേൾക്കണം എന്നൊരിക്കൽ കൂടെ അപേക്ഷിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ സത്സംഗം ഇപ്പോൾ ഇവിടെ ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ സമർപ്പിച്ച് ഇവിടെ നിർത്താം. ഇന്നത്തെ സമർപ്പണം, അതായത് ഇന്ന് യജ്ഞസമർപ്പണം നടത്തി ധന്യനായിട്ടുള്ള മഹാത്മാവാണ് ശ്രീജേഷ് പൂയം. കഴിഞ്ഞ ദിവസം അയാളുടെ പിറന്നാളായിരുന്നു. അത് കഴിഞ്ഞ ദിവസം എന്തോ അദ്ദേഹത്തെ ഒന്ന് വേണ്ട ചില തിരക്ക് കൊണ്ട് ഇത് മനസ്സിൽ വന്നില്ല. ഏതായാലും ഇന്ന് ആണ് ഇപ്പൊ അവരുടെ സമർപ്പണമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോ ഭഗവാന്റെ ആ കാര്യങ്ങള്, അതായത് ഈ സമർപ്പണത്തോടു കൂടി പിറന്നാളിനൊക്കെ ഈ സമർപ്പണം നടത്തുക എന്ന് വെച്ചാൽ ഒരു സപ്താഹം തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തിയ ഒരു അനുഭവമാണ്. ഏതായാലും ഈ കേൾക്കുന്ന എല്ലാവരും, ഈ സത്സംഗം കേൾക്കുന്ന ആ ശ്രോതാക്കളായിട്ടുള്ള എല്ലാവരും ആ പിറന്നാളുകാരനായിട്ട് ശ്രീജേഷിന് ആരോഗ്യ സൗഖ്യങ്ങൾക്കായിട്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അവർക്കും അവരുടെ കുടുംബത്തിനും ശ്രീ ഗുരുവായൂരപ്പന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. കാരണം അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം ഇല്ലാത്ത ആളുകൾക്ക് സമർപ്പണം നടത്തുന്നു തോന്നില്ല. ഇപ്പൊ ആ തോന്നിയത് തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്. അപ്പൊ അവർക്ക് എല്ലാ കാര്യത്തിലും ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ. മേലിലും അവരുടെ കുടുംബത്തിനും ആ ഭഗവത് അനുഗ്രഹം മേൽക്കുമേൽ വർഷിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യാനുള്ള കഴിവും സന്മനസ്സും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ശ്രീജേഷന് ആ ശ്രീ ഗുരുവായൂരപ്പൻ പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗത്തെ ഭഗവത് പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഹരിയോം തത്സത്. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.